ഇപ്പൊ ആദ്യം നമ്മൾ ശരിക്കും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു ജോമെട്രിക് ഫോർമുലേഷൻ ഉണ്ട്. ആ ജോമെട്രിക് ഫോർമുലേഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ജോമെട്രി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കേൾക്കുമ്പോൾ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള വാക്കാണ്. വാട്ട് ഡു യു മീൻ ബൈ ജോമെട്രി? അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ പരിചയമുള്ള, നമ്മൾ വളരെ ഇൻറ്റുയിറ്റീവ് ആയിട്ട് മനസ്സിലാക്കുന്ന ജോമെട്രി ഉണ്ട്. യൂക്ലീഡിയൻ ജോമെട്രി. യൂക്ലീഡിയൻ ജോമെട്രി എന്ന് പറയുന്ന ജോമെട്രി ഉണ്ട്. ഫ്ലാറ്റ് സ്പേസിന്റെ ജോമെട്രി. ഇൻറ്റുയിറ്റീവ് ആയിട്ട് മനസ്സിലാക്കുന്ന ഈ ജോമെട്രിയുടെ ചില ഫീച്ചേഴ്സ് എടുത്തിട്ട് എന്താണ് ജോമെട്രി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നതാണ്. ഈ ഒരു ലാംഗ്വേജ് തന്നെയായിരിക്കും പിന്നീട് നമ്മൾ നമ്മുടെ മിങ്കോവ്സ്കി ജോമെട്രി, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ബേസിക് ജോമെട്രി എന്ന് പറയുന്നത് മിങ്കോവ്സ്കി ജോമെട്രി എന്നാണ് പറയുന്നത്. മിങ്കോവ്സ്കി ജോമെട്രിയുടെ ബേസിക് ഐഡിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ പറയുന്ന ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും. അപ്പൊ ആദ്യം നോക്കി യൂക്ലീഡിയൻ ജോമെട്രി നോക്കുക, അതായത് ഫ്ലാറ്റ് സ്പേസിന്റെ ജോമെട്രി. അപ്പൊ ഇവിടെ നമ്മൾ യൂക്ലീഡിയൻ ജോമെട്രി, അതായത് ജോമെട്രി എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ നോക്കും. ഹൗ ഡു വി ഡിഫൈൻ എ ജോമെട്രി? വാട്ട് ഡു യു മീൻ ബൈ ജോമെട്രി? അതായത് ഒരു പെർട്ടിക്കുലർ ജോമെട്രി എങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് നോക്കും. അതുപോലെ വെക്റ്റർ എന്നുള്ള കോൺസെപ്റ്റിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഡെഫിനേഷൻ നമ്മൾ കാണും. അതുപോലെ സ്കേലാർ പ്രോഡക്റ്റും ഡിസ്റ്റൻസും, ഒരു പെർട്ടിക്കുലർ സ്പേസിലുള്ള രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് ഫൈനലി വിൽ ടോക്ക് അബൌട്ട് ദ യൂക്ലീഡിയൻ മെട്രിക്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ജോമെട്രി ക്യാരക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ജോമെട്രി ക്യാരക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്, പല പല കേർവ്സ് വരയ്ക്കുകയാണെന്ന് കരുതുക. ആ കേർവ്സിന്റെ ലെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ കഴിയുകയാണെങ്കിൽ വിൽ സേ ദാറ്റ് വി നോ ദ ജോമെട്രി. അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതാണ് ജോമെട്രിയെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ജോമെട്രിയെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂക്ലീഡിയൻ ജോമെട്രി ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് മാത്രമായിരിക്കും. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ യൂക്ലീഡിയൻ ജോമെട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇറ്റ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിസ്റ്റൻസ്, ഹൗ വി മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 ഡയമെൻഷണൽ യൂക്ലീഡിയൻ പ്ലെയിൻ ആണെങ്കിൽ നമുക്കറിയാം ഇത് XY പ്ലെയിൻ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ D എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട്. ഇവിടെ പോയിന്റ് 1, ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് A, ആൻഡ് there's another പോയിന്റ് B. ഈ പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ ഒരു ഫോർമുല എഴുതാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം, കാരണം പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇത് എക്സ് ആക്സിസ് ആണ്. ഇവിടെ നമുക്കുള്ളത് എക്സ് ആക്സിസ് ആണ്. ഒരു വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് Y ആക്സിസ് ആണ്. 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള എക്സ് ആക്സിസ് സെപ്പറേഷൻ എന്നുള്ളതാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് എഴുതുന്നത്. അതായത് A എന്നുള്ള പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെയാണ്, വിൽ കോൾ ഇറ്റ് ആസ് x1. B എന്നുള്ള പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെയാണ്, ഇത് x2. എക്സ് ആക്സിസിലുള്ള സെപ്പറേഷനാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ Y ആക്സിസിലുള്ള സെപ്പറേഷനാണ് നമ്മൾ ഡെൽറ്റ Y എന്ന് വിളിക്കുന്നത്. ഇത് B എന്നുള്ള പോയിന്റിന്റെ Y കോർഡിനേറ്റ് ആണ്, ഇത് A എന്നുള്ള പോയിന്റിന്റെ Y കോർഡിനേറ്റ് ആണ്. അപ്പൊ ഈ സെപ്പറേഷനാണ് ഡെൽറ്റ Y എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ D കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ യൂഷ്വൽ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. D സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ. അതായത് നമ്മളിവിടെ മനസ്സിലാക്കുന്ന കാര്യം, ദ ഡിസ്റ്റൻസ് D, ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന D എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ ചേഞ്ചസ് ഇൻ കോർഡിനേറ്റ്സ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ്. 2 പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് പോകുമ്പോൾ എക്സ് കോർഡിനേറ്റും Y കോർഡിനേറ്റും എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നറിയുകയാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വെറുതെ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇത് തന്നെയാണ് ബേസിക് ആയിട്ട് യൂക്ലീഡിയൻ ജോമെട്രിയുടെ ഡെഫിനേഷൻ. നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ then we are talking about യൂക്ലീഡിയൻ ജോമെട്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്പേസിനെ നമ്മൾ യൂക്ലീഡിയൻ സ്പേസ് എന്ന് പറയും. സ്പേസിലുള്ള 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കോർഡിനേറ്റ്സ്, അതിന്റെ കോർഡിനേറ്റ് ഡിഫറൻസ്, ഈ 2 പോയിന്റിന്റെ കോർഡിനേറ്റ് ഡിഫറൻസസ് അറിയാമെങ്കിൽ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, കോർഡിനേറ്റ് സെപ്പറേഷന്റെ ടേംസിൽ നമുക്ക് എഴുതാൻ കഴിയുമെങ്കിൽ, പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് എഴുതാൻ കഴിയുമെങ്കിൽ നമ്മൾ പറയും നമ്മൾ യൂക്ലീഡിയൻ സ്പേസിലാണ്. ഇത്തരം ഇക്വേഷൻ ഉപയോഗിച്ചാണ്, അതായത് ഡിസ്റ്റൻസ് റിലേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ജോമെട്രിയെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിപ്പോ 2 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജനറലൈസ് ചെയ്യാം. D സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സെഡ് സ്ക്വയർ. അപ്പൊ ഇത് ഈ ചിത്രം നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാകുന്നതായിരിക്കും. അപ്പൊ അത് ഞാൻ എലാബറേറ്റ് ചെയ്യുന്നില്ല. അതായത് പൈത്തഗോറസ് തിയറം, 2 ഡയമെൻഷണൽ സ്പേസിലുള്ള പൈത്തഗോറസ് തിയറത്തിന്റെ ഡയറക്റ്റ് ജനറലൈസേഷൻ ആണ് D സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് കോർഡിനേറ്റ് ഡിഫറൻസസിന്റെ, 2 പോയിന്റ്സ് തമ്മിലുള്ള കോർഡിനേറ്റ് ഡിഫറൻസസിന്റെ സ്ക്വയേഴ്സ്
ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സ്ക്വയർ കിട്ടും. Alright? ഇതാണ് യൂക്ലിഡിയൻ ജോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്ന ഇക്വേഷൻ. നമുക്ക് വേണമെങ്കിൽ പറയാം പൈത്തഗോറസ് തിയറം വാലിഡ് ആയിട്ടുള്ള സ്പേസ് ആണെങ്കിൽ നമുക്ക് അതിനെ യൂക്ലിഡിയൻ സ്പേസ് എന്ന് വിളിക്കാം. ഒരു സ്പേസിൽ നമ്മൾ ഒരു സ്പേസിൽ രണ്ട് പോയിന്റ്സ് എടുത്തു. ഈ പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വി സേ ദാറ്റ് ദ ജോമെട്രി ഈസ് യൂക്ലിഡിയൻ. Alright? അപ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻസിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് രണ്ട് ഇൻഫിനിറ്റെസിമലി ക്ലോസ് ആയിട്ടുള്ള പോയിന്റ്സ് എടുക്കും. നമുക്കിങ്ങനെ ഇങ്ങനെയുള്ള കർവ്ഡ് പല കർവ്സിന്റെ ഏത് ലൈൻ വരച്ചാലും ഒരു സ്പേസിൽ ഏത് ലൈൻ വരച്ചാലും അതിന്റെ ലെങ്ത് അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്റ്റൻസ് എലോങ് എ കർവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട്സ് എ ലെങ്ത് ഓഫ് എ കർവ്, വാട്ട്സ് എ ലെങ്ത് ഓഫ് എ പെർട്ടിക്കുലർ കർവ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. മറ്റേ നമുക്ക് ചെയ്യാവുന്നത് ഇതിനെ ചെറിയ ചെറിയ സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക, ഇൻഫിനിറ്റെസിമൽ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓരോ സെഗ്മെന്റിന്റെയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് നമുക്ക് വീണ്ടും പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. dr സ്ക്വയർ is equal to dx സ്ക്വയർ പ്ലസ് dy സ്ക്വയർ പ്ലസ് dz സ്ക്വയർ. ഇത് ഇൻഫിനിറ്റെസിമൽ ക്വാണ്ടിറ്റീസ് ആണ്. എന്നിട്ട് ഇങ്ങനെയുള്ള സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ സെഗ്മെന്റിന്റെ ലെങ്ത് ഈ രീതിയിൽ കണ്ടുപിടിക്കുക. ആൻഡ് ദെൻ യു ക്യാൻ ആഡ് ഓൾ ഓഫ് ദം അപ്പ് ടു ഗെറ്റ് ദ ലെങ്ത് ഓഫ് എ കർവ്. അല്ലെങ്കിൽ ഒരു കർവിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം, പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാം. അപ്പൊ ഈ ഡിസ്റ്റൻസ് റിലേഷൻ, ഈ ഡിസ്റ്റൻസ് റിലേഷനെയാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് റിലേഷൻ ആണ് യൂക്ലിഡിയൻ ജോമെട്രിയെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഐഡിയ ഇതാണ്. ഒരു പെർട്ടിക്കുലർ ജോമെട്രി ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സ്പേസിലുള്ള ഒരു പെർട്ടിക്കുലർ സ്പേസിന്റെ ജോമെട്രി ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സ്പേസിലെ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് സ്പെസിഫൈ ചെയ്യണം. കോർഡിനേറ്റ് ഡിഫറൻസസിന്റെ ടേംസിൽ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് അതിന്റെ ജോമെട്രിയെ സ്പെസിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ജോമെട്രി ക്യാരക്ടറൈസ് ചെയ്യാൻ രണ്ട് പോയിന്റ് ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈ കോർഡിനേറ്റ് ഡിഫറൻസസിന്റെ ടേംസിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ we have completely specified the particular geometry. Okay, so I hope this is clear. ഇതാണ് ഡിസ്റ്റൻസ് റിലേഷൻ. യൂക്ലിഡിയൻ ജോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വൽ പൈത്തഗോറസ് തിയറം തന്നെ ആണ്. ഇനി അടുത്തത് വെക്ടേഴ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ക്ലാസ്സിൽ പല ലെവലിൽ കണ്ടതാണ്, നമ്മൾ റിജിഡ് ബോഡി എടുത്തപ്പോഴാണെങ്കിലും കണ്ടതാണ്. അതായത് ചോദ്യം ഇതാണ്, ഹൗ ഡു കോമ്പോണൻസ് ഓഫ് എ വെക്ടർ ട്രാൻസ്ഫോം അണ്ടർ റൊട്ടേഷൻ ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോർഡിനേറ്റ് ഡിഫറൻസസ് ആണ് dx സ്ക്വയർ dy സ്ക്വയർ dz സ്ക്വയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് സ്ക്വയർ ഡെൽറ്റ വൈ സ്ക്വയർ ഡെൽറ്റ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള വെക്ടറിന്റെ അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ പൊസിഷൻ വെക്ടറിന്റെ കോമ്പോണൻസ് ആണ് നമ്മൾ എക്സ് കൊമ വൈ കൊമ സെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് പറയും. ഇനി വേറെ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതേ വെക്ടറിന്റെ കോമ്പോണൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ജനറലി നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ എഴുതാം, എ വെക്ടർ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ. ഇതേ വെക്ടറിനെ നമുക്ക് വേറൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ടേംസിലും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എ എക്സ് പ്രൈം ഐ പ്രൈം പ്ലസ് എ വൈ പ്രൈം ജെ പ്രൈം പ്ലസ് എ സെഡ് പ്രൈം കെ പ്രൈം എന്നിങ്ങനെ എഴുതും. അപ്പോൾ ഈ കോമ്പോണൻസിന് ഇതൊരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോമ്പോണൻസ് ആണ് എ എക്സ് എ വൈ എ സെഡ്. വേറൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോമ്പോണൻസ് ആണ് എ എക്സ് പ്രൈം എ വൈ പ്രൈം എ സെഡ് പ്രൈം. ഈ കോമ്പോണൻസിനെ നമ്മൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുക? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളോട് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സോ യു ക്യാൻ ട്രൈ ദാറ്റ് അഗെയിൻ. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്, 2 ഡയമെൻഷണൽ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വൈ സെഡ് ആക്സിസ്, അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം ഇവിടെ വൈ സെഡ് ആണ്. ഇവിടെ വൈ ബാർ സെഡ് ബാർ എന്ന് പറഞ്ഞ വേറൊരു കോർഡിനേറ്റ് സിസ്റ്റം കൂടി ഉണ്ട്. ഈ രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റം ആദ്യത്തെ കോർഡിനേറ്റ് സിസ്റ്റത്തെ അപേക്ഷിച്ച് ഫൈ എന്നുള്ള ആംഗിൾ റൊട്ടേറ്റഡ് ആണ്. ഇവിടെ ഫൈ എന്നുള്ള ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫൈ എന്നുള്ള ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എ എന്നുള്ള വെക്ടർ, ഈ വെക്ടർ ഇൻവേരിയന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഈ വെക്ടറിന്റെ കോമ്പണൻസ് ഈ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിലും, ബാർഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലും അൺബാർഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലാണ്. അതായത് എ വൈ ബാർ എന്ന് പറയുന്നത് പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള വൈ കോമ്പണന്റ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം, എ വൈ കോസ് ഫൈ പ്ലസ് എ സെഡ് സൈൻ ഫൈ. അതായത് പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വൈ കോമ്പണന്റ് എന്ന് പറയുന്നത് പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വൈ കോമ്പണന്റിന്റെയും സെഡ് കോമ്പണന്റിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിന് സംഭവിച്ചിരിക്കുന്ന പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തെ അപേക്ഷിച്ച് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസ്, അറൌണ്ട് എക്സ് ആക്സിസ്
എക്സ് ആക്സിസിനെ അപേക്ഷിച്ച് കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കോമ്പണൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും നമ്മൾ കണ്ടുപിടിച്ചു, പലവണ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് എ വൈ ബാർ ഇസ് ഈക്വൽ ടു കോസ് ഫൈ എ വൈ പ്ലസ് സൈൻ ഫൈ എ സെഡ്. അതുപോലെ എ സെഡ് ബാർ നമുക്ക് കണ്ടുപിടിക്കാം, മൈനസ് സൈൻ ഫൈ എ വൈ പ്ലസ് കോസ് ഫൈ എ സെഡ്. റൈറ്റ്, ദിസ് ഇസ് സിമ്പിൾ കാൽക്കുലേഷൻ. ഈ പെർസെൻറ്റേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ ചെക്ക് ദാറ്റ്. ഇത് നമുക്ക് മാട്രിക്സ് നൊട്ടേഷനിൽ എഴുതാം. റൈറ്റ്, വി മേ എക്സ്പ്രസ് ദിസ് ഇൻ മാട്രിക്സ് നൊട്ടേഷൻ. അതായത് എ വൈ ബാർ എ സെഡ് ബാർ ഇസ് ഈക്വൽ ടു കോസ് ഫൈ സൈൻ ഫൈ മൈനസ് സൈൻ ഫൈ കോസ് ഫൈ എ വൈ എ സെഡ്. ഇങ്ങനെ എഴുതാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. റൈറ്റ്, ഇവിടെ നമ്മൾ 2 ഡയമെൻഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ജനറലി 3 ഡയമെൻഷൻ ആണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു മാട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. റൈറ്റ്, നമ്മൾ പല കോൺടെസ്റ്റിൽ നമ്മൾ ഓയിലർ ആംഗിൾസ് ഒക്കെ എഴുതിയപ്പോഴെല്ലാം ഇത് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വെക്ടേഴ്സിനെ, വെക്ടറിന്റെ കോമ്പണൻസിനെ എ എക്സ് ബാർ എ വൈ ബാർ എ സെഡ് ബാർ എന്നുള്ള കോമ്പണൻസിനെയും അതുപോലെ ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോമ്പണൻസ് എ എക്സ് എ വൈ എ സെഡ്, ഒരേ വെക്ടറിന്റെ എ വെക്ടർ എന്നുള്ള വെക്ടറിന്റെ 2 കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോമ്പണൻസിനെ നമുക്ക് ഇങ്ങനെ ഒരു മാട്രിക്സ് വെച്ച് റിലേറ്റ് ചെയ്യാം. ഈ മാട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. റൈറ്റ്, മാട്രിക്സിന്റെ എക്സാക്ട് എലിമെന്റ്സ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു മാട്രിക്സ് ഉണ്ട്. there exists a matrix that relates the coordinates of a vector in the components of a vector in one coordinate system to the components of the same vector in another coordinate system. ഇങ്ങനെ ഒരു മാട്രിക്സ് ഉണ്ട്. ഈ മാട്രിക്സ് നമ്മൾ പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും, പക്ഷെ ഇങ്ങനെ ഒരു മാട്രിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഇതിനെ ഇങ്ങനെ എഴുതാം. ഈ ഒരു മാട്രിക്സ് എന്ന് പറയുന്നത് യൂഷ്വലി 3x3 മാട്രിക്സ് ആണ്. നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ദിസ് ഇസ് എ 3x3 മാട്രിക്സ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. എ ബാർ ഐ, റൈറ്റ്, എ ബാർ ഐ ഇസ് ഈക്വൽ ടു സം ഓവർ ജെ ഈക്വൽ ടു 1 to 3 ആർ ഐ ജെ എ ജെ. റൈറ്റ്, അപ്പോൾ ഇവിടെ ഞാൻ ഈ നൊട്ടേഷൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന കാര്യം ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് ആർ ഐ ജെ എന്ന് പറയുന്നത് ഒരു മാട്രിക്സ് ആണ്, നമ്മൾ ഈ പറഞ്ഞ റൊട്ടേഷൻ മാട്രിക്സ്. റൈറ്റ്, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ ജെ എന്ന് പറയുന്നത് 1 to 3 പോകും. ഇത് R11 ആണ്, ഇത് R12 and this is R13 etc. and this is R23 like that. Right, it goes like that. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. Alright, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമായിരുന്നു. നമ്മൾ യൂഷ്വലി ഈ ഒരു ഇതിൽ പോകുന്നില്ല. We could simply write it like this, sum over j Rij Aj. Alright, പക്ഷെ നമ്മൾ മിങ്കോവ്സ്കി ജിയോമെട്രിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന നൊട്ടേഷൻ കുറച്ചുകൂടെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഈ രീതിയിൽ എഴുതുന്നു മാത്രം. നമ്മൾ അപ്പർ ഇൻഡെക്സും ലോവർ ഇൻഡെക്സും ഉപയോഗിച്ചിട്ടുണ്ട്. Alright, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എ ജെ എന്ന് പറയുന്നത് വെക്ടറിന്റെ കോമ്പണൻസ് ആണ്. അതായത് എ എക്സ് എന്നുള്ളതിനെ നമ്മൾ A1 എന്നാണ് വിളിക്കുന്നത് വിത്ത് അപ്പർ ഇൻഡെക്സ്. അതുപോലെ എ വൈ എന്നുള്ളതിനെ A2 എന്നാണ്. ഇത് എ സ്ക്വയർ എന്നല്ല, A2, സെക്കൻഡ് കോമ്പണന്റ് ഓഫ് ദ വെക്ടർ എ. എ സെഡ് ഈസ് ഈക്വൽ ടു A3. റൈറ്റ്, ഈ രീതിയിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. സോ എ ബാർ ഐ ഇസ് ഈക്വൽ ടു സം ഓവർ ജെ ഈക്വൽ ടു 1 to 3 ആർ ഐ ജെ എച്ച്. നമുക്ക് ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ജെ എന്ന് പറയുന്നത് ഇൻഡെക്സ് റിപ്പീറ്റഡ് ആണ്. ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് റിപ്പീറ്റഡ് ആണ്. റിപ്പീറ്റഡ് ഇൻഡെക്സസ് ആർ സംഡ് ഓവർ. ഓക്കെ, അപ്പോൾ ആ നൊട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ എ ഐ ബാർ ഇസ് ഈക്വൽ ടു ആർ ഐ ജെ എ ജെ. റൈറ്റ്, എന്താണ് റിപ്പീറ്റഡ് ഇൻഡെക്സസ് ആർ സംഡ് ഓവർ. നമ്മൾ ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. റൈറ്റ്, ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന നൊട്ടേഷൻ ഈ രീതിയിലായിരിക്കും. നമ്മൾ ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഈ ഒരു മിങ്കോവ്സ്കി ജിയോമെട്രിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്സ്റ്റേഴ്സിലും ലോ സ്റ്റേഴ്സിലും ഇൻഡെക്സ് റിപ്പീറ്റഡ് ആകുകയാണെങ്കിലാണ് നമ്മൾ സമ്മേഷൻ ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് ആക്ച്വലി എ പീസ് ഓഫ് നൊട്ടേഷൻ. നമ്മൾ കൺവീനിയൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന ഒരു നൊട്ടേഷനാണ്. ഓക്കെ, ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ എന്നുള്ള നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരേ ഇൻഡെക്സ് താഴെയും മുകളിലും വരികയാണെങ്കിൽ, ഒരേ ഇൻഡെക്സ് താഴെയും മുകളിലും വരികയാണെങ്കിൽ ഇറ്റ് ഈസ് സംഡ് ഓവർ. എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി വെക്ടറിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, വെക്ടറിന്റെ ഒരു ഡീപ്പായിട്ടുള്ള ഡെഫിനേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ കോമ്പണൻസ് ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു വെക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്കിങ്ങനെ ഒരു വെക്ടറിനെ ഇങ്ങനെ വിളിക്കാം. എ വെക്ടർ ഈസ് എനി സെറ്റ് ഓഫ് 3 കോമ്പണൻസ് that transform in the same manner as a displacement when you change coordinates. The displacement vector ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറെ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ കോമ്പണൻസ് ചേഞ്ച് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ കോമ്പണൻസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ കോമ്പണൻസ് ഒരു വെക്ടറിന്റെ കോമ്പണൻസ് ആണെന്ന് നമുക്ക് പറയാം. അതായത് വെക്ടറിനെ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് ക്വാണ്ടിറ്റി വിത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന രീതിയിലല്ല, പക്ഷെ അതിന്റെ കോമ്പണൻസിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ ആർ ഐ ജെ എന്നുള്ള ഇപ്പോൾ റൊട്ടേഷൻ ആണെങ്കിൽ, ആർ ഐ ജെ എന്നുള്ള റൊട്ടേഷൻ മാട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ
പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ കോമ്പണൻസും പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ കോമ്പണൻസും ഈ ഒരു മാട്രിക്സ് വഴിയാണ് റിലേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മൾ പറയും ദീസ് ആർ കോമ്പണൻസ് ഓഫ് എ വെക്റ്റർ. ദിസ് ഫോം എ വെക്റ്റർ. ഇനി ഒരു കാര്യം അവസാനമായിട്ട് ഞാൻ പറയില്ല, അവസാനമായിട്ടുള്ള പലതവണ പറയുന്നുണ്ടാവും, ബട്ട് വി ഹാവ് ടു റിമെമ്പർ ദാറ്റ് വെക്റ്റർ ഇസ് എ ജിയോമെട്രിക്കൽ ഒബ്ജക്ട്. വെക്റ്റർ എന്നൊരു ജിയോമെട്രിക്കൽ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ആക്ച്വലി ഇറ്റ്സ് ഇൻവേരിയന്റ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള പോലെ ഒരു വെക്റ്റർ എന്ന് പറയുന്നത് ഇൻവേരിയന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എക്സിസ്റ്റ്സ് ഇൻ സ്പേസ്. ഓക്കെ, ഇതിന് നമുക്ക് പല കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഇതിനെ ഡീകമ്പോസ് ചെയ്ത് പല രീതിയിലുള്ള കോമ്പണൻസ് എഴുതാം. ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ എല്ലാം ചെയ്യുന്നത് ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റംസ് ഉപയോഗിച്ച് ഇതേ വെക്ടറിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻവേരിയന്റ് അണ്ടർ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ്. A vector itself is invariant and it's the components that change from one coordinate system to another. Right? Actually ഈ ഒരു കാരണം കൊണ്ടാണ് പക്ഷേ നമ്മൾ ഫിസിക്സിൽ ഇക്വേഷൻസ് ഒക്കെ വെക്ടർ ഫോമിൽ എഴുതുന്നത്. എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു എം എ വെക്ടർ അല്ലേ, എം എ വെക്ടർ. വെക്ടറിന്റെ ഫോമിൽ എഴുതിയാലുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. ഇത് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. കാരണം നമ്മൾ എഫ് വെക്ടർ എന്ന് പറയുന്ന വെക്ടർ ഒരു ഇൻവേരിയന്റ് ആയിട്ടുള്ള വെക്ടർ ആണ്. എ വെക്ടറും ഇൻവേരിയന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് സ്പേസിലുള്ളത്. നമ്മൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചാലും ഈ ഇക്വേഷൻ സെയിം ആണ്. The equation remains the same. Right? So equation remains the same irrespective of the coordinate system that you use. All right? Okay. At least that's what we expect. At least അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഫിസിക്സിൽ ഒരു നിയമം എഴുതുമ്പോൾ അത് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് അനുസരിച്ച് ഫിസിക്സിന്റെ നിയമങ്ങൾ മാറാൻ തുടങ്ങുകയാണെങ്കിൽ then it would be difficult. Right? That's not how the world works. ഇതിന് ചില പ്രശ്നങ്ങളുണ്ട്. ആക്ച്വലി നമ്മൾ ആക്സിലറേറ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഇത് ഇൻവേരിയന്റ് അല്ല. സോ ദിസ് ഹാസ് സം എമൗണ്ട് ഓഫ് ഇൻവേരിയൻസ് അണ്ടർ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഉദാഹരണത്തിന് കോർഡിനേറ്റ് റൊട്ടേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇൻവേരിയന്റ് ആണെന്നാണ്. അതുപോലെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെങ്കിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറെ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ വഴി പോവുകയാണെങ്കിലും ഈ ഇക്വേഷൻ ഇൻവേരിയന്റ് ആണെന്ന് കാണാം. ബട്ട് ആക്സിലറേഷൻ ഇസ് അനദർ സ്റ്റോറി. വി ഡോണ്ട് ഡീൽ വിത്ത് ആക്സിലറേഷൻ നൗ. Alright. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ ഒരു വെക്ടർ എന്നുള്ളതിനെ ഈ എ എക്സ് എ വൈ എ സെഡ് എന്ന് പറയുന്ന മൂന്ന് നമ്പേഴ്സിനെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെക്ടർ എന്ന് വിളിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെക്ടർ എന്ന് പറയുന്ന ഈ കോമ്പണൻസ് അല്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ കോൾ ദീസ് കോമ്പണൻസ് ആസ് വെക്ടേഴ്സ്. അപ്പോൾ ഒരു വെക്ടർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും വിൽ കോൾ എ എക്സ് കൊമ എ വൈ കൊമ എ സെഡ് ആസ് ദ വെക്ടർ. നമ്മൾ ഇതിന്റെ കോമ്പണൻസ് ഓഫ് വെക്ടർ എന്ന് എപ്പോഴും സ്പെസിഫൈ ചെയ്ത് പറയും. വിൽ സിംപ്ലി കോൾ ഇറ്റ് ദ വെക്ടർ, ബട്ട് റിമെമ്പർ at the back of your mind that these are components of a vector in a particular coordinate system. Particular coordinate systemത്തിലുള്ള components ആണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതിനെയാണ് ഇതുപോലെ നമ്മൾ വെക്ടർ എന്ന് വിളിക്കുക. Alright? Okay. Alright. അപ്പോൾ വെക്ടർ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ അപ്പോൾ ഇങ്ങനെയാണ്. It's a collection of three numbers. Vector is a collection of three numbers which transforms in a particular way under rotations. Under rotations എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So what's a vector? ഇനി മുതൽ നമുക്ക് വെക്ടർ എന്ന് പറഞ്ഞ ഇതാണ്. It's a set of three numbers. Okay, it's a set of three numbers that transform according to the equation. Let's say a bar I is equal to rij aj. Right? ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന മൂന്ന് നമ്പേഴ്സ് റൊട്ടേഷൻ നടത്തുമ്പോൾ ഈ രീതിയിലാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിനെ വെക്ടർ എന്ന് വിളിക്കും. റൈറ്റ്? ദിസ് ഇസ് ദ യൂഷ്വൽ വെക്ടേഴ്സ് ദാറ്റ് വി ആർ ഫെമിലിയർ വിത്ത്. ഇനി ഒരു ടിപ്പിക്കൽ വെക്ടർ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ വീണ്ടും നമുക്ക് ഇങ്ങനെ എഴുതാം. മൂന്ന് ഇൻഡിപെൻഡന്റ് ഡയറക്ഷൻസിലുള്ള ഡിസ്പ്ലേസ്മെന്റ്സിന്റെ വെക്ടർ സം ആയിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനെ എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ എഴുതാം. dr വെക്ടർ ഇസ് ഈക്വൽ ടു dx x hat plus dy y hat plus dz z hat. Okay, usual നമുക്ക് ഇതൊരു ടിപ്പിക്കൽ വെക്ടർ ആണ്. ദിസ് എ വെരി ഗുഡ് വെക്ടർ. Okay, let's call this as a typical vector. Right? നമ്മൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ആർ വെക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നല്ല വെക്ടർ അല്ല. കാരണം അത് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ചോയ്സിനനുസരിച്ച് മാറും. നമ്മൾ ഒറിജിനിൽ നിന്ന് ആർ വെക്ടർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള വെക്ടർ ആണ്. പക്ഷെ നമ്മൾ ഒറിജിൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ വെക്ടറും ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ആർ വെക്ടർ എന്ന് പറയുന്ന ഒരു നല്ല വെക്ടർ അല്ല. ബട്ട് ഡി ആർ വെക്ടർ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് ദിസ് ഇസ് കംപ്ലീറ്റ്ലി കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒറിജിൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഡി ആർ വെക്ടർ എന്ന് പറയുന്നത് സ്പേസിൽ ഉള്ള സെയിം വെക്ടർ തന്നെ ആയിരിക്കും. സോ ഐ തിങ്ക് യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദിസ്. നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, ഈ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിലും ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ
ഓക്കെ, ഇതാണ് ഡി ആർ വെക്ടർ. റൈറ്റ്, അപ്പോൾ ഈ കോർഡിനേറ്റ് ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് നമ്മൾ ഇതേ വേറെ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഇതേ വെക്ടറിന്റെ ഈ ഡി ആർ വെക്ടർ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, R2 വെക്ടർ മൈനസ് R1 വെക്ടർ, R2 പ്രൈം വെക്ടർ മൈനസ് R1 പ്രൈം വെക്ടർ. ഈ പൊസിഷൻ വെക്ടർ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുമ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഈ പൊസിഷൻ വെക്ടേഴ്സ് ചേഞ്ച് ചെയ്യും, ബട്ട് ഡി ആർ വെക്ടർ ഡസ് നോട്ട് ചേഞ്ച്. റൈറ്റ്, അതുകൊണ്ടാണ് നമ്മൾ ഡി ആർ വെക്ടറിനെ ഒരു ടിപ്പിക്കൽ വെക്ടർ ആയിട്ട് എടുക്കുന്നത്, മോഡൽ വെക്ടർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. ഇപ്പോൾ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം ഇറ്റ് ഹാസ് ടു ബി എ സ്കേലാർ. രണ്ട് വെക്ടേഴ്സിന്റെ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട് അതിൽ നിന്നൊരു സ്കേലാർ ക്വാണ്ടിറ്റി കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അല്ലെ. രണ്ട് വെക്ടേഴ്സ് എടുക്കുക, അതിൽ നിന്ന് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. ഇതിനാണ് നമ്മൾ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു നമ്പർ ആണ്, വെക്ടർ അല്ല, ഒരു കോമ്പണന്റ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ. ഒരു നമ്പർ ആണെന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഒരു ലെങ്ത്, ദിസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോർഡിനേറ്റ്സ്, ദിസ് ഹാസ് ടു ബി ഇൻഡിപെൻഡന്റ് ഓഫ് കോർഡിനേറ്റ്സ്. സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമ്മൾ റൊട്ടേഷൻ നടത്തിയാലും കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്താലും ഒക്കെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് സ്കേലാറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. സോ ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് അണ്ടർ റൊട്ടേഷൻസ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആണ് എ വെക്ടർ ഡോട്ട് ബി വെക്ടറിനെ എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് എന്ന് എഴുതുന്നത്. പിന്നെ നമ്മൾ ഈ കോമ്പണൻസിനെയാണ് വെക്ടർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇഫ് യു റിമെമ്പർ നമുക്കറിയാം, നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ. അതുപോലെ ബി വെക്ടർ അതേ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ എന്നാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് ആണ്. ഇത് സ്കേലാർ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെറുതായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് എന്നാണ് കാണുന്നത്. അതായത് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട്, കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി രണ്ട് വെക്ടർ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ രീതിയിലാണെങ്കിൽ ഇതൊരു സ്കേലാർ ആയിരിക്കും. സ്കേലാർ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് അണ്ടർ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻസ്. കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഈ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യില്ല. കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം. ഉദാഹരണത്തിന് റൊട്ടേഷൻ മാട്രിക്സ് എടുക്കാം. എ വെക്ടർ ഡോട്ട് ബി വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ റൊട്ടേഷൻ മാട്രിക്സ് എടുക്കുകയാണ്. സോ ഫൈൻഡ് എ വെക്ടർ ഡോട്ട് ബി വെക്ടർ ആൻഡ് എ വെക്ടർ ബാർ എ ബാർ വെക്ടർ, എ ബാർ വെക്ടർ ഡോട്ട് ബി ബാർ വെക്ടർ. ഓക്കെ, ഇവിടെ എ ബാർ വെക്ടർ ഞാൻ എഴുതുന്നതിന് ചെറിയ പ്രശ്നം തോന്നാം, പക്ഷെ ഞാൻ ഇവിടെ വെക്ടർ എന്ന് വിളിക്കുന്നത് ഈ കോമ്പണൻസിനെയാണ്. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുമ്പോൾ ഈ കോമ്പണൻസ് ചേഞ്ച് ചെയ്യും. അപ്പം നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. നമ്മൾ റൊട്ടേഷൻ മാട്രിക്സ് നമ്മൾ നേരത്തെ എടുത്ത റൊട്ടേഷൻ മാട്രിക്സ് പ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും റൊട്ടേഷൻ മാട്രിക്സ് പ്രകാരം യു ഹാവ് ടു ഷോ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു എ എക്സ് ബാർ ബി എക്സ് ബാർ പ്ലസ് എ വൈ ബാർ ബി വൈ ബാർ പ്ലസ് എ സെഡ് ബാർ ബി സെഡ് ബാർ. ഓക്കെ, യു ക്യാൻ ട്രൈ ടു പ്രൂവ് ദിസ്. അപ്പോൾ ആക്ച്വലി നമ്മളിത് പല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. ഇത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മാട്രിക്സ്, ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ മാട്രിക്സ് ആയിരിക്കണം. അതായത് ഈ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇൻവേഴ്സിന് ഈക്വൽ ആയിരിക്കണം. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ യു ക്യാൻ ചെക്ക് ദീസ് തിങ്സ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന നൊട്ടേഷൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. എ എക്സ് എന്നുള്ളതിന് ഞാൻ എ വൺ, ഞാനിവിടെ വെക്ടറിന്റെ എക്സ് കോമ്പണന്റിനെ സ്പെസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വെക്ടറിന്റെ കോമ്പണൻസിനെ സ്പെസിഫൈ ചെയ്യാൻ അപ്സ്റ്റേഴ്സിലാണ് ഇൻഡെക്സ് ഇടുന്നത്. അപ്സ്റ്റേഴ്സിലാണ് ഇൻഡെക്സ് ഇടുന്നത്. യൂക്ലീഡിയൻ ജിയോമെട്രിയിൽ അപ്സ്റ്റേഴ്സിലാണോ ലോ സ്റ്റേഴ്സിലാണോ ഇൻഡെക്സ് ഇടുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് എനിത്തിങ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മിങ്കോസ്കി ജിയോമെട്രി അല്ലെ ജനറൽ ആയിട്ടുള്ള വേറെ ജിയോമെട്രീസിലേക്ക് പോകുമ്പോൾ ഈ അപ്സ്റ്റെയറിൽ ഇടുന്ന ലോ സ്റ്റെയറിൽ ഇടുന്ന തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ യൂക്ലീഡിയൻ ജിയോമെട്രി മാത്രം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ഈ അപ്സ്റ്റെയറിലാണോ ലോ സ്റ്റെയറിലാണോ ഇടുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അതായത് മുകളിലാണോ താഴെയാണോ ഇൻഡെക്സ് ഇടുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു തരത്തിലും ബോധേഡ് ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എ എക്സ് ഈക്വൽ ടു എ വൺ വിത്ത് അപ്പർ ഇൻഡെക്സ്, എ വൈ എന്നുള്ളതിന് പകരം എ ടു എന്ന് എഴുതാം. ഓക്കെ, അഗെയിൻ വിത്ത് അപ്പർ ഇൻഡെക്സ്, എ സെഡ് എന്നുള്ളതിന് എ ത്രീ എന്ന് എഴുതാം. അതായത് വെക്ടറിന്റെ കോമ്പണൻസിനെ നമ്മൾ ഇനി ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് അപ്സ്റ്റേഴ്സിലുള്ള ഇൻഡെക്സ് ഉപയോഗിച്ചാണ്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്നുള്ളത് നമുക്ക് എ വൺ ബി വൺ പ്ലസ് എ ടു ബി ടു പ്ലസ് എ ത്രീ ബി ത്രീ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ ഉപയോഗിച്ച് എ ഐ ബി ജെ ഡെൽറ്റ ഐ ജെ എന്ന് എഴുതാം. ഡെൽറ്റ ഐ ജെ നമ്മുടെ യൂഷ്വൽ ക്രോണക്കർ ഡെൽറ്റയാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ മീനിങ് ഇതാണ്, എ ഐ ബി ജെ ഡെൽറ്റ ഐ ജെ. അപ്പോൾ ഇവിടെ ഐയും റിപ്പീറ്റഡ് ആണ്, ജെയും റിപ്പീറ്റഡ് ആണ്. ഐ മുകളിലാണ്, ഇവിടെ ഐ താഴെയാണ്, ഇവിടെ ജെ മുകളിലാണ്, ജെ താഴെയാണ്. സോ യു ഹാവ് ടു സം ഓവർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ഐ ആൻഡ് ജെ. ഐയുടെയും ജെയുടെയും എല്ലാ പോസിബിൾ വാല്യൂസും നമ്മൾ സം ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്ത് വരുമ്പോൾ കുറെ ടേംസ് ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം ഡെൽറ്റ ഐ ജെയുടെ ഡെഫിനേഷൻ ഇതാണ്,
This is equal to 0 if I is not equal to j. So this is equal to 1 if I is equal to j. അതായത് I equal to j ആയിട്ടുള്ള ടേംസ് മാത്രം സർവൈവ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ടേംസ് മാത്രം നമ്മൾ എടുത്താൽ മതി. അതായത് I equal to 1 നമ്മൾ ഇടുകയാണെങ്കിൽ ഫുൾ സമ്മേഷൻ നമ്മൾ j ഫുൾ സമ്മേഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു ടേം മാത്രം സർവൈവ് ചെയ്യുള്ളൂ, j equal to 1. ഓക്കെ, കാരണം I equal to j ടേം മാത്രം സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ സമ്മേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് കിട്ടാൻ പോകുന്നത് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 എന്നാണ്. ഇതാണ് ക്രോണക്കർ ഡെൽറ്റ. അപ്പോൾ ഈ ക്രോണക്കർ ഡെൽറ്റ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു മാട്രിക്സ് ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇതൊരു ഡയഗണൽ മാട്രിക്സ് ആണ്. അത് I equal to j ആകുന്ന സമയത്ത് മാത്രം 1. ഓക്കെ, ഇത് ഡെൽറ്റ 1 1, ദിസ് ഇസ് ഡെൽറ്റ 2 2, ദിസ് ഇസ് ഡെൽറ്റ 3 3. റൈറ്റ്, ഇതൊക്കെ 1 ആണ്, ബാക്കിയെല്ലാം 0 ആണ്. ഇനി ഈ ഫോമിൽ നമ്മൾ പലപ്പോഴും എഴുതാറില്ല കാരണം ഇത് ട്രിവിയൽ ആണ്. ഇതൊരു ഐഡന്റിറ്റി മാട്രിക്സ് ആണ്, നമ്മുടെ യൂണിറ്റ് മാട്രിക്സ് ആണ്, ഡയഗണൽ എലിമെന്റ്സ്. അതുകൊണ്ട് ഡെൽറ്റ ij എന്നുള്ള മെട്രിക് നമ്മൾ യൂഷ്വലി യൂക്ലിഡിയൻ ജിയോമെട്രി പറയുമ്പോൾ ഉപയോഗിക്കാറില്ല. വി ഡോണ്ട് നീഡ് ടു യൂസ് ദാറ്റ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ദർ. റൈറ്റ്, യൂക്ലിഡിയൻ ഈ ക്രോണക്കർ ഡെൽറ്റ എന്ന് പറയുന്നത് യൂക്ലിഡിയൻ മെട്രിക് ആണ്. ഇതിനെയാണ് നമ്മൾ മെട്രിക് എന്ന് വിളിക്കുന്നത്. അതായത് സ്കേലാർ പ്രോഡക്റ്റ് എടുക്കാൻ, രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള സ്കേലാർ പ്രോഡക്റ്റ് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒബ്ജക്റ്റ് ആണ് മെട്രിക് എന്ന് പറയുന്നത്. മെട്രിക് ടെൻസർ എന്ന് പറയും. അപ്പോൾ നിങ്ങളിത് ടെൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട് മെട്രിക് ടെൻസറിന്റെ ഡെഫിനേഷനും കാര്യങ്ങളും. പക്ഷെ നമ്മുടെ പേർപ്പസിന് ഇത് മതി. This is called the metric tensor. It tells us to take the how to take the scalar product, right? It tells us how to take the scalar product, right? But delta ij Kronecker delta ആണ്. We can call it the Euclidean metric. Euclidean metric, right? Metric means some measure, right? Measure എങ്ങനെയാണ് ലെങ്ത് മെഷർ ചെയ്യേണ്ടതെന്നാണ് മെട്രിക് നമുക്ക് പറഞ്ഞു തരുന്നത്, right? അല്ലെങ്കിൽ എങ്ങനെയാണ് സ്കേലാർ പ്രോഡക്ട്സ് എടുക്കേണ്ടതെന്നാണ് മെട്രിക് നമുക്ക് പറഞ്ഞു തരുന്നത്. Actually, we could do a trick here. ഇതിനെ കോമ്പാക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം. We can write this as, അതായത് bj ഡെൽറ്റ ij എന്നുള്ള ടേം എടുത്തിട്ട്, right? We can ഇവിടെ നോക്കുകയാണെങ്കിൽ j summed over ആണ്. So this quantity is a quantity with one index. ഒരു ഇൻഡെക്സ് ഉള്ള ക്വാണ്ടിറ്റി ആണ്, കാരണം j summed over ആയി. ഈ കോമ്പിനേഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ കോമ്പിനേഷനിൽ ബാക്കി വരുന്ന ഒരു ഇൻഡെക്സ് ആണ്, i എന്നുള്ള ഇൻഡെക്സ് ആണ്. i എന്നുള്ള ഇൻഡെക്സ് താഴെയാണ്. ഇതിനെ നമുക്ക് b വിത്ത് ലോവർ ഇൻഡെക്സ് i എന്ന് വിളിക്കാം. b വിത്ത് ലോവർ ഇൻഡെക്സ് i എന്ന് വിളിക്കാം. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം ബി വിത്ത് ലോവർ ഇൻഡെക്സും ബി വിത്ത് അപ്പർ ഇൻഡെക്സും എക്സാക്ട്ലി സെയിം ആണ്, ചേഞ്ച് ചെയ്തില്ല. കാരണം ഡെൽറ്റ ij എന്ന് പറയുന്നതിന്റെ ഡയഗണൽ എലിമെന്റ്സ് മാത്രമാണ് നോൺ സീറോ ആയിട്ടുള്ളത്. ഈ ഡയഗണൽ എലിമെന്റ്സ് നോൺ സീറോ ആണെന്ന് മാത്രമല്ല അത് +1 ആണ്, എല്ലാം +1 ആണ്. അതുകൊണ്ട് ഈ അപ്പർ ഇൻഡെക്സും ലോവർ ഇൻഡെക്സും തമ്മിൽ യൂക്ലിഡിയൻ ജിയോമെട്രിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. യൂക്ലിഡിയൻ ജിയോമെട്രിയിൽ വലിയ വ്യത്യാസം ഇല്ലാലും ഒരു വ്യത്യാസമില്ല. ഓക്കെ, ആക്ച്വലി വി കുഡ് ഡു ദിസ്. വി ക്യാൻ റൈറ്റ് bj ഡെൽറ്റ ij is equal to bi. ഓക്കെ, അതായത് നമ്മൾ ഇതിന്റെ ലോവറിംഗ് ഓഫ് ഇൻഡെക്സ് എന്നാണ് പറയുക. ലോവറിംഗ് ഓഫ് ഇൻഡെക്സ് എന്നാണ് പറയുക. ഈ bj എന്നുള്ളതിനെ നമ്മൾ ഒരു വെക്ടറിന്റെ കോമ്പണൻസ് എന്ന് പറയും. bi വിത്ത് ലോവർ ഇൻഡെക്സ് എന്നുള്ളതിനെ നമ്മൾ ഒരു കോ വെക്ടറിന്റെ കോമ്പണൻസ് എന്ന് പറയും, കോ വെക്ടർ. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിനെ കൊവേരിയന്റ് വെക്ടർ എന്ന് വിളിക്കും. സംടൈംസ് ഇറ്റ്സ് ഓൾസോ കോൾഡ് കൊവേരിയന്റ് വെക്ടർ, അല്ലെങ്കിൽ വൺ ഫോം എന്ന് വിളിക്കും. ഓക്കെ, ചിലപ്പോൾ ഇതിനെ ഡ്യുവൽ വെക്ടർ എന്ന് വിളിക്കും, ഡ്യുവൽ വെക്ടർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആക്ച്വലി അപ്പർ ഇൻഡെക്സ് ഉള്ള ഒബ്ജക്റ്റും ലോവർ ഇൻഡെക്സ് ഉള്ള ഒബ്ജക്റ്റും വേറെ വേറെ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ്. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. റൈറ്റ്, ഇവിടെ ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് b1 ലോവർ ഇൻഡെക്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വി ടേക്ക് bj ഡെൽറ്റ 1j. ഓക്കെ, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ ഞാൻ 1 ഫിക്സ് ചെയ്തു. റൈറ്റ്, നൗ യു സം ഓവർ j, ഓൺലി 1 സർവൈവ്, സോ ദിസ് ഇസ് ഈക്വൽ ടു b1. റൈറ്റ്, അപ്പോൾ നമ്മൾ b വിത്ത് ലോവർ ഇൻഡെക്സ് 1 ഇസ് ഈക്വൽ ടു b വിത്ത് അപ്പർ ഇൻഡെക്സ് 1. അത് എക്സാക്ട്ലി സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ യൂക്ലിഡിയൻ ജിയോമെട്രി പറയുന്ന സമയത്ത് യൂക്ലിഡിയൻ സ്പേസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ മെട്രിക്കിനെ കുറിച്ച് പറയാത്തത്. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ദർ. മെട്രിക് ഈസ് ഓൾവേസ് ദർ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് സ്കേലാർ പ്രോഡക്റ്റിന്റെ ടേംസിൽ എഴുതാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു യൂക്ലിഡിയൻ സ്പേസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. dr² is equal to, അല്ല, ഡിസ്റ്റൻസ് ഫോർമുല, യൂക്ലിഡിയൻ സ്പേസിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം. dr² is equal to dx² + dy² + dz². ഓക്കെ, ഇതിനെ നമ്മുടെ പുതിയ നൊട്ടേഷനിൽ എഴുതുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് dx1 പ്ലസ് dx2 ഇത് സ്ക്വയർ അല്ല കേട്ടോ, ഇവിടെ 2 എന്ന് പറയുന്ന സ്ക്വയർ ആണ്, പക്ഷെ ഇവിടെ സ്ക്വയർ അല്ല. റൈറ്റ്, പ്ലസ് dx3 എന്ന് എഴുതാം അല്ലേ. അതായത് ഡിസ്റ്റൻസ് ഫോർമുല, നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ് ഫോർമുലയാണ്, പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫോർമുലയാണ് ജിയോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം. dx1 പ്ലസ് dx2 പ്ലസ് dx3 ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ക്രോണക്കർ ഡെൽറ്റ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ യൂക്ലിഡിയൻ മെട്രിക് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ dxi dxj ഡെൽറ്റ ij എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്. യൂക്ലിഡിയൻ നമ്മൾ പറഞ്ഞു ഒരു സ്പേസിന്റെ
ഒരു പെർട്ടിക്കുലർ സ്പേസിന്റെ ജിയോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫോർമുലയാണ്. പക്ഷെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്കിന്റെ ടേംസിൽ എഴുതാം. അതായത് ജിയോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്ന മെട്രിക് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി തീർന്നു. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് ആക്ച്വലി ഡിസ്റ്റൻസ് ഫോർമുലയാണ് ജിയോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ സ്പേസിന്റെ ജിയോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഓക്കെ, പക്ഷെ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് ആ സ്പേസിന്റെ മെട്രിക്കിന്റെ ടേംസ് നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ കഴിയും? മെട്രിക് ടെൽസ് us how to find the distance between 2 points. ഒരു സ്പേസിന്റെ മെട്രിക് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ എന്താണ് ജിയോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് മെട്രിക്കിനെ കണക്കാക്കാം. Right, so hereafter we'll take metric as the object that characterizes geometry of a space. Okay, അപ്പോൾ ഒരു സ്പേസിന്റെ ജിയോമെട്രി അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല എന്നാൽ മതി, അല്ലെങ്കിൽ മെട്രിക് പറഞ്ഞു തന്നാൽ മതി. Right, so in order to characterize the geometry of a space, you just need to specify the metric. Right, just need to specify the metric of that particular space. Alright, അപ്പോൾ നിങ്ങൾ യൂക്ലിഡിയൻ ജിയോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് മെട്രിക് ഇസ് കോണക്ക ഡെൽറ്റ. കോണക്ക ഡെൽറ്റയാണ് യൂക്ലിഡിയൻ സ്പേസിന്റെ മെട്രിക് എന്ന് ഓർമ്മിച്ചാൽ മതി. ബിക്കോസ് ദ കോണക്ക ഡെൽറ്റ വിൽ ടെൽ us how to find the distance. Alright, അപ്പോൾ ഇതൊരു ജനറൽ ഫോർമുല. നമ്മൾ ജനറലി ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. കോർഡിനേറ്റ് ഡിഫറൻസിന്റെ ടേംസിൽ ഡി എ സ്ക്വയർ എന്നോ ഡി ആർ സ്ക്വയർ എന്നൊക്കെ എഴുതും. വിൽ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് ഡി എക്സ് ഐ ഡി എക്സ് ജെ ഡെൽറ്റ ഐ ജെ. ഈ മെട്രിക് എന്ത്? ഈ മെട്രിക് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ജനറലി വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് എഴുതാം. ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് ഈറ്റ ij. Right, ഈറ്റ ij എന്ന് പറയുന്ന സ്പേസിന്റെ മെട്രിക് ആണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു സ്ഫിയറിന്റെ സർഫസിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മെട്രിക് ഡിഫറൻറ്റ് ഉണ്ടാവും, അല്ലെ? ഡിഫറൻസ് ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്ഫിയറിന്റെ സർഫസിലെ ഡിസ്റ്റൻസ് ഫോർമുല എഴുതുകയാണെങ്കിൽ വി റൈറ്റ് ഇറ്റ് ആസ് ഡി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി ആർ സ്ക്വയർ. സ്ഫിയറിന്റെ സർഫസിൽ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് വേണമെങ്കിൽ അല്ലേ, ഡി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി ആർ സ്ക്വയർ പ്ലസ് ഹൗ ഡു യു റൈറ്റ് ഇറ്റ്? ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി ഫൈവ് സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, അല്ലേ? ഓക്കെ, ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ആറും തീറ്റയും ഫൈവും ആണ്. ഇവിടുത്തെ മെട്രിക് എന്ന് പറയുന്നത് ഇതിന്റെ കോഎഫിഷ്യൻസ് ആണ്. ഈ കോർഡിനേറ്റ് ഡിഫറൻസസിന്റെ കോഎഫിഷ്യൻസ് ആണ്. അതായത് കോർഡിനേറ്റ് ഡിഫറൻസസിൽ നിന്ന് എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നാണ് മെട്രിക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കോർഡിനേറ്റ് ഡിഫറൻസസ് ഡി ആർ ഡി തീറ്റ ഡി ഫൈവ്, ഇതിന്റെ കോഎഫിഷ്യൻസിനാണ് യൂഷ്വലി നമ്മൾ മെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ മെട്രിക് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1 0 0 0 r square 0 0 0 r square sin square theta. റൈറ്റ്, ഇത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മെട്രിക് ഇതാണ് നമുക്ക് പറയാം. കാരണം സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അവിടെയുള്ള കോർഡിനേറ്റ്സ്, കാരണം സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലുള്ള കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് തീറ്റ ആർ തീറ്റ ഫൈവ്, ആർ തീറ്റ ഫൈവ് ആണ്. അപ്പൊ ഈ കോർഡിനേറ്റ് ഡിഫറൻസസിന്റെ ടേംസിൽ, അതായത് ഡി ആർ ഡി തീറ്റ ഡി ഫൈവ് ടേംസിൽ ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ഇതിന്റെ മെട്രിക് എന്താണെന്ന് പറഞ്ഞാൽ മതി. 1 0 0 0 r square 0 0 0 r square sin square theta. Right, ഇതിനെയാണ് നമ്മൾ മെട്രിക് എന്ന് പറയുന്നത്. I hope this is clear. Right, so this is the relation between metric and geometry. Delta ij tells us how to measure distance in a Euclidean space. It is called the Euclidean metric. നമ്മൾ ഒരിക്കലും അത് ഉപയോഗിക്കാറില്ല, but it's actually the Euclidean metric. Metric defines the geometry. Metric characterizes the geometry. A space has Euclidean geometry means that the metric is given by Kronecker delta. ഇപ്പോൾ ഒരു സ്പേസിന് യൂക്ലിഡിയൻ ജോമെട്രി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം ഇതാണ്, മെട്രിക്, ആ സ്പേസിന്റെ മെട്രിക് എന്ന് പറയുന്നത് Kronecker delta ആണ് എന്നുള്ളതാണ്. സോ യൂക്ലിഡിയൻ മെട്രിക് ഫോർ 3-dimensional സ്പേസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്കിത് എനി നമ്പർ ഓഫ് സ്പേസിന് സ്പെസിഫൈ ചെയ്യാം. നിങ്ങളുടെ ഒരു 5-dimensional യൂക്ലിഡിയൻ സ്പേസ് സ്പെസിഫൈ ചെയ്യാൻ പറയും, ക്യാരക്ടറൈസ് ചെയ്യാൻ പറയും. സേ ദാറ്റ് ഇറ്റ്സ് എ 5-dimensional Kronecker delta. നമ്മൾ പറയും 5-dimensional യൂക്ലിഡിയൻ സ്പേസ് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യണമെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? അതിന്റെ ദ മെട്രിക് ഇസ് ഡെൽറ്റ ij is 1 0 0 0 0 0 1 0 0 0. Okay, it goes like that. Right? This defines a 5-dimensional Euclidean space. 5-dimensional Euclidean space. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയമെൻഷനെ കുറിച്ച് ഇമാജിൻ ചെയ്യുക പോലും വേണ്ട. Right? You can, once you get the mathematics, once you write down the mathematics in a good form, you can easily generalize it to any number of dimensions. Right? 5-dimensional Euclidean space എന്ന് പറയുകയാണെങ്കിൽ 4-dimensional Euclidean space എന്ന് പറയുകയാണെങ്കിൽ you just say that the metric is a 4-dimensional Kronecker delta. That's it. Okay. Right. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? We can construct other geometries by using
ഡിഫറെന്റ് മെട്രിക് ടെൻസേഴ്സ്. ഓക്കെ, ഇതിനൊരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് ജിയോമെട്രിയെ സ്പെസിഫൈ ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വി ക്യാൻ ഇമാജിൻ ഡിഫറെന്റ് മെട്രിക് ടെൻസേഴ്സ്. ഓക്കെ, ലെറ്റ്സ് സേ ദാറ്റ് മെട്രിക് ടെൻസേഴ്സ് സംതിങ് ഡിഫറെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ജിയോമെട്രിയുടെ പ്രോപ്പർട്ടീസ് എന്തായാലും നമുക്ക് വെറുതെ നോക്കാം, വെറുതെ നമുക്ക് പഠിക്കാൻ കഴിയും. അതായത് ഒരു പെർട്ടിക്കുലർ മെട്രിക്, ലെറ്റ്സ് സേ ദാറ്റ് ദിസ് ഇസ് ദ മെട്രിക് ഓഫ് ദ സ്പേസ്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി സ്പേസ് എന്ന ചോദ്യം നമുക്ക് ചോദിക്കാം. സോ ദിസ് ഇസ് എ വെരി ഗുഡ് വേ ടു സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ജിയോമെട്രി. ഓൾറൈറ്റ്, അപ്പൊ ഇവിടെ പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വേറൊരു കാര്യം കൂടെ കാണാം. ലെവി-സിവിറ്റ സിമ്പിൾ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആണ്. ഇപ്പൊ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സിനെ കമ്പൈൻ ചെയ്ത് വേറൊരു വെക്ടർ കിട്ടാനുള്ള ഒരു ഐഡിയ ആണ്. ഒരു എന്താണ് പറയുക, രണ്ട് വെക്ടേഴ്സിനെ കമ്പൈൻ ചെയ്ത് വേറൊരു വെക്ടർ കിട്ടാനുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഈ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്ന് പറയാം. അപ്പൊ ഇത് വീണ്ടും ഒരു വെക്ടറാണ്. എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്ന് പറയുന്നത് വീണ്ടും ഒരു വെക്ടറാണ്. അപ്പൊ അതിന്റെ ith കോമ്പോണന്റ്, അതിന്റെ ith കോമ്പോണന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം: എപ്സിലോൺ ഐ ജെ കെ എ ജെ ബി കെ. ഓക്കെ, ജെ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആണ്, കെ റിപ്പീറ്റഡ് ആണ്. സോ ദർ ഇസ് എ സം ഓവർ ജെ ആൻഡ് കെ. ഈ ലെവി-സിവിറ്റ സിമ്പിളിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഇപ്പൊ ഇത് നമ്മൾ കോണക്ക ഡെൽറ്റ പോലെ തന്നെ ഈ സ്പേസിന്റെ ഒരു സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, ഒരു ഒബ്ജക്റ്റ് ആണ് ലെവി-സിവിറ്റ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ ഇതാണ്: ഇത് കംപ്ലീറ്റ്ലി ആന്റിസിമെട്രിക് ആണ്. ഓക്കെ, അതായത് ഏതെങ്കിലും രണ്ട് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും രണ്ട് ഇൻഡെക്സ് ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് മൈനസ് സൈൻ. കംപ്ലീറ്റ്ലി ആന്റിസിമെട്രിക് ആണ്. അതായത് ഇതിന്റെ വാല്യൂ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്: ഇറ്റ്സ് ഈക്വൽ ടു +1 ഇഫ് ഐ ജെ കെ ഈസ് 1 2 3 2 3 1 ഓർ 3 1 2. അതായത് എപ്സിലോൺ 1 2 3 എന്ന് പറയുന്നത് 1 ആണ്. ആക്ച്വലി ഇത് മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ മതി. ഇനി ഇത് 0 ആണ്. ഇത് കംപ്ലീറ്റ്ലി ആന്റിസിമെട്രിക് ആണ്. കംപ്ലീറ്റ്ലി ആന്റിസിമെട്രിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ, അതായത് എപ്സിലോൺ ഐ ജെ കെ ഇസ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ജെ ഐ കെ. രണ്ട് ഇൻഡെക്സ് ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മൈനസ് സൈൻ കിട്ടും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എപ്സിലോൺ 2 2 3 എന്നുണ്ടെന്ന് കരുതുക. ദിസ് ഹാസ് ടു ബി ഈക്വൽ 2 2 എനിക്ക് ഇന്റർചേഞ്ച് ചെയ്യാം അല്ലേ? 2 2 ഇന്റർചേഞ്ച് ചെയ്യാം. ദെൻ ഐ ഷുഡ് ഗെറ്റ് മൈനസ് എപ്സിലോൺ 2 2 3. ഞാൻ ഇവിടെ 2 2 ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ 2 2 ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്താണ്. സോ ഐ ഹാവ് ഇന്റർചേഞ്ച് ഇറ്റ് ആക്ച്വലി. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി അതിന്റെ തന്നെ മൈനസ് ആകുകയാണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ്സ് 0. അപ്പൊ ഈ ഇൻഫർമേഷൻ ആക്ച്വലി ഇത് മാത്രം മതി ലെവി-സിവിറ്റ സിമ്പിളിനെ ഡിഫൈൻ ചെയ്യാൻ. ഒന്ന് എപ്സിലോൺ 1 2 3 1 ആണ്. അടുത്തത് ഇത് കംപ്ലീറ്റ്ലി ആന്റിസിമെട്രിക് ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ കഴിയും. എപ്സിലോൺ 1 2 3 1 ആണ്. എപ്സിലോൺ 2 1 3 എന്ന് പറയുന്നത് -1 ആണ്. എപ്സിലോൺ, കാരണം ഒരു ഇന്റർചേഞ്ച് നടത്തി അല്ലേ? ഒരു ഇന്റർചേഞ്ചും കൂടെ നടത്തുകയാണെങ്കിൽ എപ്സിലോൺ 2 3 1 എന്ന് പറയുന്നത് +1 ആണ്. ഓക്കെ, 2 3 1. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഇന്റർചേഞ്ചും കൂടെ നടത്തി ഒരു മൈനസും കൂടെ കിട്ടി. ദെൻ ഇറ്റ് ബിക്കംസ് +1. ഓക്കെ, അതാണ് ഇവിടെ 1 2 3 2 3 1 3 1 2. ഇതൊക്കെ പോസിറ്റീവ് ആണ്. അതുപോലെ 3 2 1 1 3 2 2 1 3 ആണെങ്കിൽ ഇതെല്ലാം നെഗറ്റീവ് ആണ്. അതുപോലെ ദിസ് ഇസ് ഈക്വൽ ടു 0 ഇഫ് ഐ ഈക്വൽ ടു ജെ ഓർ ജെ ഈക്വൽ ടു കെ ഓർ കെ ഈക്വൽ ടു ഐ. ഓൾറൈറ്റ്, ഓക്കെ, ഇപ്പോൾ ക്രോസ് പ്രോഡക്റ്റിന് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ, നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എ വെക്ടർ ക്രോസ് ബി വെക്ടർ, ഇതിന്റെ മീനിങ് ഇതാണ്: എ വെക്ടർ ക്രോസ് ബി വെക്ടറിന്റെ ഫസ്റ്റ് കോമ്പോണന്റ് അല്ലെങ്കിൽ എക്സ് കോമ്പോണന്റ് എന്ന് പറയുന്നത് ഈ ഡെഫിനേഷൻ അനുസരിച്ച് ഇതാണ്: എപ്സിലോൺ, ഇവിടെ 1 ഉണ്ട്. ഇതിനെ നമ്മൾ ഫ്രീ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇടുന്നത് തന്നെ നമ്മൾ ഇവിടെ ഇടണം, വാല്യൂ തന്നെ ഇവിടെ ഇടണം. ദിസ് ഫ്രീ ഇൻഡെക്സ്. ഓക്കെ, രണ്ട് സൈഡിലും ഉള്ള ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇടുകയാണെങ്കിൽ ഇവിടെയും 1 ഇടണം. ബാക്കിയുള്ളത് ഡമ്മി ഇൻഡെക്സസ് ആണ്, ജെയും കെയും. ഡമ്മി ഇൻഡെക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് സമ്മേഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി സമ്മേഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇത് കുറേ ടേംസ് ഉണ്ട്. ഒബ്വിയസ്ലി ജെയുടെയും കെയുടെയും എല്ലാ വാല്യൂസിനും നമ്മൾ സം ചെയ്യണം. പക്ഷെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ കഴിയും? ജെയും കെയും നോട്ട് ഈക്വൽ അല്ലെങ്കിൽ മാത്രമേ, ആക്ച്വലി ജെ ഫ്രം 1 2 3 ഫുൾ നമ്മൾ സം ചെയ്യണം. പക്ഷെ ജെയും കെയും ഈക്വൽ അല്ലെങ്കിൽ, ആക്ച്വലി ഇതും ജെയും കെയും ഈക്വൽ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് നോൺ സീറോ വാല്യൂ ഉള്ളൂ. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദർ ആർ ഓൺലി 2 പോസിബിലിറ്റീസ്. എപ്സിലോൺ 1 നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തു. ദെൻ ജെ ക്യാൻ ബി 2. ജെ 2 ആണെങ്കിൽ കെ ക്യാൻ ഓൺലി ബി 3. കാരണം ബാക്കിയുള്ളതിന്റെ എല്ലാം എപ്സിലോണിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ സമ്മേഷനുള്ള ഒരു ടേം ഇതാണ്: എപ്സിലോൺ 1 2 3 A2 B3. അടുത്തത് പ്ലസ് എപ്സിലോൺ. ഇനിയുള്ള സാധ്യത ജെ ക്യാൻ ടേക്ക്, ഇത് ഐ ഫിക്സ്ഡ് ആണ്, നമ്മൾ 1 എടുത്തു. അങ്ങനെയാണ് ജെ ക്യാൻ ടേക്ക് വാല്യൂ 3. ഇനി ജെ 3 നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ദെൻ കെ ക്യാൻ ഓൺലി ടേക്ക് 1 വാല്യൂ, ദാറ്റ് ഇസ് 2. കാരണം ബാക്കി എല്ലാ ടേംസും 0 ആണ്. ആക്ച്വലി ദീസ് ടേംസ് ആർ ഓൾ ദർ ബട്ട് ഇറ്റ്സ് ഈക്വൽ ടു 0. ആൻഡ് ദെൻ ഇറ്റ് ഈസ് A3 B2. നമുക്കറിയാം എപ്സിലോൺ 1 2 3 1 ആണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ബൈ ഡെഫിനേഷൻ എപ്സിലോൺ 1 2 3 is 1. സോ ദിസ് ഇസ് A2 B3 മൈനസ്, കാരണം എപ്സിലോൺ 1 3 2 എന്ന് പറയുന്നത് -1 ആണ്. സോ ദിസ് ഇസ് മൈനസ് A3 B2. ഓൾറൈറ്റ്, അപ്പോൾ ഇതിനെ നമ്മൾ നമ്മുടെ ബേസിക് നൊട്ടേഷനിൽ എഴുതുകയാണെങ്കിൽ എ വെക്ടർ ക്രോസ് ബി വെക്ടറിന്റെ എക്സ് കോമ്പോണന്റ് എന്ന് പറയുന്നത്,
ഓക്കെ ദ എക്സ് കോമ്പോണന്റ് ഓഫ് എ വെക്ടർ കോസ് ബി വെക്ടർ 1 എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രം. A2 is actually AY, this is BZ minus AZ BY. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും. നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഇതുപോലെ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പരിചയം ഡിറ്റർമിനന്റ് ഉപയോഗിച്ചാൽ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാലും നമുക്ക് ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് ചെയ്ത് നോക്കിയാൽ യു വിൽ സീ ദാറ്റ് യു ഗെറ്റ് എക്സാക്ട്ലി ദ സെയിം റിസൾട്ട്. റൈറ്റ്, യു ക്യാൻ ചെക്ക് ദാറ്റ്. അപ്പോൾ അതാണ് യൂക്ലിഡിയൻ ജിയോമെട്രിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ യൂക്ലിഡിയൻ ജിയോമെട്രി നമുക്ക് പരിചയമുള്ള ജിയോമെട്രി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ ഒന്ന് വിശദീകരിച്ചു വന്നത്, ഡിസ്ക്രൈബ് ചെയ്തു എന്ന് മാത്രം. നമുക്ക് പരിചയമുള്ള യൂക്ലിഡിയൻ ജിയോമെട്രി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു. ഈ ലാംഗ്വേജ് കൂടുതൽ എളുപ്പത്തിൽ ജനറലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ലാംഗ്വേജിലേക്ക് നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളെയും ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയാണ് പറയേണ്ടത്. റൈറ്റ്, നമ്മൾ സ്പേസിന്റെ യൂക്ലിഡിയൻ സ്പേസിന്റെ ജിയോമെട്രി പറഞ്ഞു, ഇനി സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയാണ് പറയേണ്ടത്. റൈറ്റ്, സ്പേസ് ടൈമിന്റെ ജിയോമെട്രി മിങ്കോവ്സ്കി ജിയോമെട്രി എന്നാണ് നമ്മൾ പറയുന്നത്. സോ വിൽ ബി യൂസിംഗ് ദ ടേം മിങ്കോവ്സ്കി ജിയോമെട്രി. നമ്മളിവിടെ യൂക്ലിഡിയൻ ജിയോമെട്രി എന്ന് പറയുന്ന പോലെ ഇവിടെ മിങ്കോവ്സ്കി ജിയോമെട്രി എന്നാണ് പറയുക. റൈറ്റ്, അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം പോലെ ഇവിടെ ഒരു തിയറം ഉണ്ടാവും, ബട്ട് ദാറ്റ് വിൽ ബി സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇൻവേരിയന്റ് ഇന്റർവൽ ആൻഡ് പ്രോപ്പർ ടൈം, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, നമുക്ക് പരിചയമുള്ള ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതാൻ നോക്കാം. അതുപോലെ നമ്മൾ വെക്ടേഴ്സ്, 3 വെക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്തു അല്ലെ, ട്രാൻസ്ഫോർമേഷൻ കോമ്പണൻസ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അതുപോലെ ടെൻസർ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ഇതുപോലുള്ള ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സ്കേലാർ പ്രോഡക്റ്റും ഡിസ്റ്റൻസ് ഫോമിൽ, ഇവിടെ ഡിസ്റ്റൻസിനെ നമ്മൾ ഇൻവേരിയന്റ് ഇന്റർവൽ എന്ന് പറയുന്നത്. 4 ഡയമെൻഷൻ അല്ലെങ്കിൽ മിങ്കോവ്സ്കി സ്പേസിലുള്ള നമ്മൾ കാണാൻ പോകുന്ന പുതിയ ജിയോമെട്രിയിലുള്ള ഡിസ്റ്റൻസ് ഫോമിലെയാണ് നമ്മൾ ഇൻവേരിയന്റ് ഇന്റർവൽ എന്ന് വിളിക്കാൻ പോകുന്നത്. അതുപോലെ മെട്രിക്, നമ്മൾ പറഞ്ഞൊരു സ്പേസിന്റെ മെട്രിക് പറയണമെങ്കിൽ ജിയോമെട്രി പറയണമെങ്കിൽ മെട്രിക് സ്പെസിഫൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് വെക്ടറും കോവെക്ടറും അപ്പർ ഇൻഡെക്സും ലോവർ ഇൻഡെക്സും ഉള്ള ഒബ്ജക്ട്സിനെ കാണും. ഇനി പറയാൻ പോകുന്നിടത്ത് അപ്പർ ഇൻഡെക്സിന്റെയും മുകളിലാണോ താഴെയാണോ ഇൻഡെക്സ് ഇടുന്നത് എന്നുള്ളത് ക്രൂഷ്യലി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിൽ സി വൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്പേസ് ടൈം ഡയഗ്രാം, സ്പേസ് ടൈം എന്നുള്ള കോൺസെപ്റ്റ് ആദ്യം നോക്കാം. ലെറ്റ്സ് ഫസ്റ്റ് ചെക്ക് സ്പേസ് ടൈം. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക്, പക്ഷേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പേസ് ടൈം എന്നുള്ള കോൺസെപ്റ്റ് ഇമാജിൻ ചെയ്യാം. സ്പേസും ടൈമും കമ്പൈൻ ചെയ്യണം. കാരണം ടൈം എന്ന് പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹൗ വി ലൊക്കേറ്റ് അവർ സെൽസ് ഇൻ ദ യൂണിവേഴ്സ്. ഒരാളെ നമുക്ക് മീറ്റ് ചെയ്യണമെന്ന് കരുതുക. സപ്പോസ് യു വോണ്ട് ടു മീറ്റ് സമ്മൺ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം, എവിടെ വെച്ചാണ് മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയണം, അതുപോലെ എത്ര മണിക്കാണ് മീറ്റ് ചെയ്യുന്നതെന്നും പറയണം അല്ലേ. അപ്പോൾ നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ 4 നമ്പേഴ്സ് ആവശ്യമുണ്ട്. ഒന്ന് 3 സ്പേഷ്യൽ കോർഡിനേറ്റ്സ്, മറ്റൊന്ന് എത്ര മണിക്കാണെന്നുള്ളത്. സോ ആക്ച്വലി നീഡ് 4 സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ടു ലൊക്കേറ്റ് an event in the universe. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്പേസ് ടൈം എന്നുള്ളത് കൺസിഡർ ചെയ്യാം. അതായത് ഒരു ആക്സിസ് ടി എടുത്തു, ബാക്കി 4 ആക്സിസ് നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. ബട്ട് ലെറ്റ്സ് സേ ദാറ്റ് there is a set of space axis and time axis. അപ്പോൾ ഈ സ്പേസ് ടൈം, ഇതിനാണ് നമ്മൾ സ്പേസ് ടൈം എന്ന് വിളിക്കുന്നത്. ദാറ്റ്സ് ഓൾ. സ്പേസ് ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് 4 നമ്പേഴ്സ്. ഓക്കെ, സ്പേസ് ടൈമിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്പെസിഫൈ 4 നമ്പേഴ്സ് വേണം. കോഫി കുടിക്കാൻ പോവുകയാണെങ്കിൽ എവിടെയാണ് കോഫി കുടിക്കുന്നത് എന്ന് പറയുന്നത് അതിന് 3 നമ്പേഴ്സ്. ഓക്കെ, സ്പേസ്. അതുപോലെ എത്ര മണിക്കാണെന്ന് പറയുന്നത് 4 നമ്പേഴ്സ്. ഓക്കെ, ഈ 4 നമ്പർ ഉണ്ട്, ഈ 4 നമ്പേഴ്സ് ഉണ്ട് സ്പെസിഫൈ ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിന്റെ സെറ്റിനാണ് നമ്മൾ സ്പേസ് ടൈം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ. So if you want to meet someone for coffee, you must specify both where and when. We could encode that information in 4 numbers. Okay, 3 to pick out a location in 3-dimensional space and 1 to specify a single moment of time. Alright. Okay. അപ്പോൾ ഇത് നമുക്ക് സ്പേസ് ടൈം എന്ന ഗ്രൂപ്പ് ചെയ്യുന്ന തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ന്യൂട്ടൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് വി കുഡ് ഓൾവേസ് ഡു ദിസ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇല്ലാതെ തന്നെ നമുക്ക് സ്പേസ് ടൈം എന്നുള്ളൊരു കോൺസെപ്റ്റ് സങ്കല്പിക്കാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഡിഫറെന്റ് ജനറൽ ഐഡിയാസ് ഓഫ് സ്പേസ് പഠിച്ചിട്ടുണ്ടോ, കോൺഫിഗറേഷൻ സ്പേസ്, ഫേസ് സ്പേസ് എന്നിങ്ങനെയൊക്കെ. അതുപോലെ നമുക്ക് ഒരു 4 ഡയമെൻഷണൽ സ്പേസ് ആയിട്ട് കണക്കാക്കാം. സ്പേസ് ടൈമിനെ 4 ഡയമെൻഷണൽ സ്പേസ് ആയിട്ട് കണക്കാക്കാം. Each point in this space is specified by 4 coordinates. അപ്പോൾ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്പേസ് എന്നുള്ള വാക്ക് 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് കോൺഫിഗറേഷൻ സ്പേസ്, ഫേസ് സ്പേസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സ്പേസ് ആണ്, നമ്മുടെ റിയൽ സ്പേസ് അല്ല. ഓക്കെ, മറ്റൊന്ന് നമ്മുടെ 3 ഡയമെൻഷണൽ നമ്മുടെ യൂഷ്വൽ 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ 2 സെൻസിൽ പലപ്പോഴും സ്പേസ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് 3n ഡയമെൻഷണൽ സ്പേസ് അല്ലേ, അത് നമ്മുടെ റിയൽ സ്പേസ് അല്ല. റിയൽ സ്പേസ് 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പൊ സ്പേസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ ഇറ്റ്സ് ജസ്റ്റ് എ സെറ്റ് ഓഫ് പോയിന്റ്സ്. ഒരു സെറ്റ് ഓഫ് പോയിന്റ്സിനാണ് നമ്മൾ
സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഡയമെൻഷൻ സ്പേസിനും സ്പേസ് എന്ന് പറയും, അതുപോലെ ഒരു ജനറൽ സെറ്റ് ഓഫ് പോയിന്റ്സിനും നമ്മൾ സ്പേസ് എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്പേസിനെയും ടൈമിനെയും കമ്പൈൻ ചെയ്ത് സ്പേസ് ടൈം എന്ന് പറയും. പക്ഷേ സ്പേസ് ടൈം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ നമ്മൾ പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്പേസ് ആണ്. സ്പേസ് ടൈം ഇസ് എ സ്പേസ് വിത്ത് ഈച്ച് പോയിന്റ് സ്പെസിഫൈഡ് ബൈ 4 കോർഡിനേറ്റ്സ്. നമ്മൾ കോൺഫിഗറേഷൻ സ്പേസിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ കോൺഫിഗറേഷൻ സ്പേസ് ഇസ് എ സ്പേസ് വിത്ത് ഈച്ച് പോയിന്റ് സ്പെസിഫൈഡ് ബൈ 3n കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ 3n-k കോർഡിനേറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ സ്പേസ് ടൈമിനെ നമുക്ക് സ്പേസ് ഒരു മാത്തമാറ്റിക്കൽ സെൻസിൽ സ്പേസ് എന്ന് വിളിക്കാം. സോ അതിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല, നമ്മളത് ഇന്റർചേഞ്ചബിൾ. ചിലപ്പോൾ നമ്മൾ സ്പേസ് എന്നുള്ളതിനെ 3 ഡയമെൻഷൻ നമ്മുടെ ഫിസിക്കൽ സ്പേസ് ആയിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സിനെ സ്പേസ് എന്ന് വിളിക്കും. ബട്ട് യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ദിസ്. ഐ തിങ്ക് വി ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദിസ് കൈൻഡ്സ് ഓഫ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്പേസ് ടൈം വരയ്ക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. അതായത് ഇത് നമുക്ക് സ്പേസിന്റെ 3 കോർഡിനേറ്റ്സ് ഇവിടെ വരയ്ക്കാൻ കഴിയില്ല, അതുകൊണ്ട് 2 മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഉദാഹരണത്തിന് XY പ്ലെയിൻ ആണ്. ഇതൊരു XY പ്ലെയിൻ. അപ്പോൾ T1 എന്നുള്ള സമയത്തുള്ള സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ്. T1 എന്നുള്ള സമയത്തുള്ള സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ പറയുന്നത് സൈമിൾട്ടേനിയസ് ആണ്. ഈ പ്ലെയിനിലുള്ള കാര്യങ്ങളെല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ഓഫ് സൈമിൾട്ടേനിറ്റി എന്നൊക്കെ വിളിക്കാം. നമ്മൾ സ്പേസ് ടൈം നോക്കുകയാണെങ്കിൽ ഒബ്ജക്ട്സ്, ഏതൊരു ഒബ്ജക്ട് എടുത്താലും സ്പേസ് ടൈമിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ സ്പേസിൽ ഒരു ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് ഉണ്ടെന്ന് കരുതുക. സപ്പോസ് an object is at rest in space, പക്ഷെ അത് ടൈമിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. At 1 o'clock you are at point X, at 2 o'clock again you are at point X, but time change ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ അനങ്ങാതിരിക്കുകയാണെങ്കിലും നമ്മൾ സ്പേസ് ടൈമിൽ നമ്മളൊരു ട്രജക്ടറി ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഈവൻ ഇഫ് യു ആർ സിറ്റിംഗ് സ്റ്റിൽ യു ആർ ഫോളോയിങ് എ ട്രജക്ടറി ഇൻ സ്പേസ് ടൈം. സ്പേസ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ട്രജക്ടറി ആണ്, ഒരു സ്ട്രേറ്റ് ലൈൻ ആണെന്ന് മാത്രം. അതായത് നമ്മൾ 2 ആക്സിസ് മാത്രം എടുക്കുകയാണെന്ന് കരുതുക, X and T. ഓക്കെ, X and T എന്നുള്ള 2 ആക്സിസ് മാത്രം എടുക്കുകയാണ്. നമ്മൾ X ഈക്വൽ ടു X1 എന്നുള്ള ഒരു പോയിന്റിൽ കസേരയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ടൈമിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 10 മണിക്കാണ് കസേരയിട്ട് ഇരിപ്പ് തുടങ്ങിയതെങ്കിൽ 11 മണിക്ക് നമ്മൾ അവിടെ തന്നെയാണ്, 12 മണിക്ക് അവിടെ തന്നെയാണ്, 1 മണിക്ക് അവിടെ തന്നെയാണ്. സോ യു ആർ മൂവിങ് ഇൻ ടൈം. നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ടൈമിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. യു ആർ ഏജിങ് ബേസിക്കലി. അപ്പോൾ ഇത് സ്ട്രേറ്റ് ലൈൻ ആണ്. ഇത് സ്പേസ് ടൈമിലുള്ള ട്രജക്ടറിയാണ്. ട്രജക്ടറി ഇൻ സ്പേസ് ടൈം. ഓക്കെ, നമ്മൾ സ്പേസ് ടൈമിലുള്ള ട്രജക്ടറിക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു വാക്ക് കൊടുക്കും. വിൽ കോൾ ഇറ്റ് ആസ് വേൾഡ് ലൈൻ. ഓക്കെ, അതുപോലെ സ്പേസ് ടൈമിലെ പോയിന്റ്സിനും നമുക്കൊരു സ്പെസിഫിക് പേര് വേണം. വിൽ കോൾ ഇറ്റ് ആസ് ഇവന്റ്. സ്പേസ് ടൈമിലെ ഒരു പോയിന്റിനെ നമ്മൾ ഇവന്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇത് സ്പേസ് ടൈം, അതായത് 4 ഡയമെൻഷണൽ സ്പേസിലെ പോയിന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേരാണ് ഇവന്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് ജസ്റ്റ് എ പോയിന്റ്. അപ്പോൾ അതായത് ഇവന്റ് എന്ന് പറയുമ്പോൾ ഡ്രമാറ്റിക് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കണമെന്നില്ല. അവിടെ ബോംബ് സ്ഫോടനം അങ്ങനെ എന്തെങ്കിലും ഡ്രമാറ്റിക് ആയിട്ട് സംഭവിക്കണമെന്നില്ല. അതായത് X1 at a time T1 it's an event. X1, the position X1 at a time T1 ഇതൊരു ഇവന്റ് ആണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്പേസ് ടൈമിനെ ഇവന്റ്സിന്റെ ഒരു സെറ്റ് ആയിട്ട് കണക്കാക്കാം. ഡിഫറെന്റ് എല്ലാ പോസിബിൾ ഇവന്റ്സിന്റെയും ഒരു സെറ്റ് ആയിട്ട് കണക്കാക്കാം. Alright, so in space-time diagram, an object will not be represented by a single dot signifying its position, but by a world line stretching from the past to the future. Space time il ഒബ്ജക്റ്റിനെ നമ്മൾ പറയുന്നത് ഒരു സിംഗിൾ ഡോട്ട് ഉപയോഗിച്ചില്ല, പക്ഷേ ഒരു ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ലൈനെ നമ്മൾ വേൾഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ലൈൻ എന്താണ്, ലൈനിലുള്ള പോയിന്റ്സ് എന്താണ്? ഇറ്റ് സിഗ്നിഫൈസ് വേരിയസ് പൊസിഷൻസ് അറ്റ് ഡിഫറെന്റ് മൊമെന്റ്സ് ഇൻ ടൈം. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഓക്കെ, അതായത് നമ്മുടെ പൊസിഷൻ 3 ഡയമെൻഷൻ സ്പേസിലുള്ള പൊസിഷൻ മാത്രമാണെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞാൽ മതി. ബട്ട് നമ്മുടെ ലൈഫിന്റെ മുഴുവൻ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ഡയമെൻഷൻ സ്പേസ് ടൈമിലുള്ള ഒരു ലൈനാണ്. നമ്മുടെ ഫുൾ ലൈഫിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച സമയം മുതലുള്ള ഒരു ലൈനാണ്. ഇറ്റ്സ് എ ലൈൻ ഇൻ സ്പേസ് ടൈം. ഓക്കെ, ഈ പോയിന്റ്സ് ഇൻ സ്പേസ് ടൈം ആർ കോൾഡ് ഇവന്റ്സ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മിങ്കോവ്സ്കി റിയലൈസ് ചെയ്ത കാര്യമാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചു. ദീസ് തിങ്സ് വർ ക്ലിയർ. ഇറ്റ് വാസ് ഗ്രേറ്റ് genius of Einstein that he came up with the special theory of relativity. That's all fine. Special theory of relativity യുടെ ഭാഗമായിട്ട് ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡൈലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഐൻസ്റ്റൈൻ മനസ്സിലാക്കി. പക്ഷെ ഐൻസ്റ്റൈൻ്റെ ഒരു പഴയ പ്രൊഫസർ മിങ്കോവ്സ്കി, ഹി റിയലൈസ്ഡ് ദാറ്റ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ സ്പേസ് ടൈമിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് മിങ്കോവ്സ്കി മനസ്സിലാക്കി. So Minkowski came to a conclusion that all of special theory of relativity can be understood as a consequence of the structure of space time. അതായത് നമ്മളിവിടെ സ്പേസ് ടൈം എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞു, പക്ഷേ സ്പേസ് ടൈമിന് ഒരു സ്പെസിഫിക് ജിയോമെട്രി ഉണ്ടെങ്കിൽ, ഒരു സ്പെസിഫിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ
അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഐൻസ്റ്റൈൻ പറഞ്ഞ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മിങ്കോസ്കി കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, alright. So, according to Minkowski, the special theory of relativity actually says that the space-time has a structure. നമ്മളിവിടെ വരച്ച സ്പേസ് ടൈമിന് ആക്ച്വലി ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്പേസിന് നമ്മൾ ഫ്ലാറ്റ് സ്പേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യൂക്ലിഡിയൻ ജിയോമെട്രി എന്ന് പറയുന്ന പോലെ തന്നെ സ്പേസ് ടൈമിന് ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ സ്പേസ് ടൈമിന്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയെ കുറിച്ചുള്ള ഒരു തിയറി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ടൈം ഡൈലേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ, കോൺസ്റ്റൻസി ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ്, ഇതെല്ലാം നമുക്ക് ഈ അണ്ടർലൈങ് ജിയോമെട്രിയുടെ കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയുടെ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റൈറ്റ്, അപ്പം പലതവണ നമ്മൾ പറഞ്ഞു ജിയോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ജിയോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് യു ഷുഡ് ഹാവ് എ ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ റിസൾട്ട്സ് നമുക്ക് തരുന്ന സ്പേസ് ടൈമിന്റെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമുക്കറിയാം യൂക്ലിഡിയൻ സ്പേസിന്റെ ജിയോമെട്രി സ്പെസിഫൈ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫോർമുല ഇതാണ്. dr² = dx² + dy² + dz². ഓക്കെ, ഇപ്പൊ സ്പേസ് ടൈമിന് ഒരു ജിയോമെട്രി ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദ ഡിസ്റ്റൻസ് ഫോർമുല ലൈക്ക് ദിസ്. d² = dt². കാരണം സ്പേസ് ടൈമിൽ ടൈം എന്നുള്ള കോർഡിനേറ്റും കൂടെ ഉണ്ട് അല്ലേ, ടൈം എന്നുള്ളൊരു കോർഡിനേറ്റും ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞു സ്പേസ് ടൈമിലെ ഒരു പോയിന്റ് പറയണമെങ്കിൽ t, x, y, z. അപ്പൊ ഇതിനൊരു ജിയോമെട്രി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ജിയോമെട്രി യൂക്ലിഡിയൻ ജിയോമെട്രി ആണ്. dt² + dx² + dy² + dz² എന്ന് എഴുതുകയാണെങ്കിൽ ദിസ് എ യൂക്ലിഡിയൻ 4-dimensional സ്പേസ് ടൈം. റൈറ്റ്, ഈ ഇക്വേഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? Is there any problem with this equation? Is there any problem with this equation? Anybody? ആരെങ്കിലും ഉണ്ടോ അവിടെ? ഓക്കെ, ഈ ഇക്വേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയ കുഴപ്പമുണ്ട്. യൂണിറ്റ്സ് മാച്ച് ചെയ്യുന്നില്ല അല്ലെ. ഇത് ഡിസ്റ്റൻസസ് ആണ്, ഇത് ടൈം ആണ്. റൈറ്റ്, ഇപ്പൊ യൂണിറ്റ്സ് മാച്ച് ചെയ്യുന്നില്ല. ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, അങ്ങനെ ആഡ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ യൂണിറ്റ് മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വി നീഡ് സംതിങ് ഹിയർ. ഇവിടെ വെലോസിറ്റിയുടെ ഡയമെൻഷനുള്ള എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി വേണം. ഇപ്പൊ വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ടൈം ആണെങ്കിൽ അത് സ്പേസിന്റെ ഡയമെൻഷൻ ആണ് അല്ലെ. വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വെലോസിറ്റി പോലുള്ള എന്തെങ്കിലും ഒരു വെലോസിറ്റിയുടെ ഡയമെൻഷൻസ് ഉള്ള ഒരു ക്വാണ്ടിറ്റി ഉപയോഗിച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ്, ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഇതല്ല സ്പേസ് ടൈമിന്റെ ജിയോമെട്രി. അതായത് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി യൂക്ലിഡിയൻ അല്ല. അതായത് ഇതാണ് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ you don't get results which are consistent with special theory of relativity. Alright, അപ്പൊ മിങ്കോസ്കി മനസ്സിലാക്കിയത് ഇവിടെ ഒരു മൈനസ് സൈൻ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ d² - c² dt² + dx² + dy² + dz² എന്ന് എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് സ്പേസ് ടൈമിലുള്ള രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കോർഡിനേറ്റ് ഡിഫറൻസസിന്റെ ടേംസിൽ നമ്മൾ എഴുതുന്നതെങ്കിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഞാൻ ഇത്രയും ചെയ്താൽ മതി. അസ്യൂം ദാറ്റ് സ്പേസ് ടൈം ഹാസ് ദിസ് ജിയോമെട്രി. ദിസ് ജിയോമെട്രി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് റിലേഷൻ ആണ് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി സ്പെസിഫൈ ചെയ്യുന്ന അസ്യൂം ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ റെസ്റ്റ് ഓഫ് ദ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഫോർ ഫ്രീ എന്നാണ് മിങ്കോസ്കി പറഞ്ഞത്. റൈറ്റ്, അത് മിങ്കോസ്കി പറഞ്ഞത് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ളത്. റൈറ്റ്, ഓക്കെ, അപ്പോൾ ഇതിനെ മിങ്കോസ്കി ജിയോമെട്രി എന്നാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ജിയോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കില്ല, നമ്മൾ ഇൻവേരിയന്റ് ഇന്റർവൽ എന്നാണ് ഇതിനെ വിളിക്കുക. ഓക്കെ, അതായത് 4-dimensional സ്പേസ് ടൈമിലെ ഡിസ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റിനെ നമ്മൾ ഇൻവേരിയന്റ് ഇന്റർവൽ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇൻവേരിയന്റ് ഇന്റർവൽ അല്ലെങ്കിൽ വെറുതെ ഇന്റർവൽ എന്ന് വിളിക്കും. സംടൈംസ് വി കോൾ ഇറ്റ് സിംപ്ലി ആസ് ഇന്റർവൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസ്റ്റൻസ് നമ്മൾ യൂക്ലിഡിയൻ സ്പേസിൽ കണ്ടതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ജനറലൈസേഷൻ ആണ് ഈ ഇൻവേരിയന്റ് ഇന്റർവൽ എന്ന് പറയുന്നത്. Okay, so d² = -c² dt² + dx² + dy² + dz². അല്ലെങ്കിൽ ഇതിനെ നമുക്ക് dr² എന്ന് എഴുതാം അല്ലെ. dx² + dy² + dz² നെ നമുക്ക് dr² എന്ന് എഴുതാം. അതായത് ഇത് സ്പേഷ്യൽ സെപ്പറേഷൻ ആണ്. സ്പേസിലുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് dr². കാരണം നമ്മുടെ യൂഷ്വൽ പൈതഗോറസ് തിയറി ഉപയോഗിച്ചുള്ള dx² + dy² + dz² അല്ലെ. രണ്ട് പോയിന്റ് ഇടയിലുള്ള യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ് dx² + dy² + dz². അപ്പൊ നമുക്ക് ഇതിനെ കോമ്പാക്റ്റ് ആയിട്ട് dr² എന്ന് എഴുതാം. dr² നമ്മൾ ഉദ്ദേശിക്കുന്നത് dr വെക്ടർ സ്ക്വയർ എന്നുള്ളതാണ്.
So dr square എന്ന് പറഞ്ഞാൽ dr vector dot dr vector that's equal to dx square plus dy square plus dz square. Alright. അപ്പോൾ ഈ രീതിയിൽ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഫോർമുല അല്ലെങ്കിൽ ഈ രീതിയിൽ ഡിസ്റ്റൻസ് ഫോർമുല സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്പേസിനെയാണ് നമ്മൾ മിങ്കോവ്സ്കി സ്പേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ട കാര്യമാണ്. ജോമെട്രി സ്പെസിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല എഴുതിയാൽ മതി. റൈറ്റ്. അപ്പോൾ പല രീതിയിൽ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് ഇമാജിൻ ചെയ്യാം. അങ്ങനെ ഈ രീതിയിൽ ഡിസ്റ്റൻസ് ഫോർമുല എഴുതുകയാണെങ്കിൽ റൈറ്റ്, ഈ ജോമെട്രിയുള്ള സ്പേസിനെയാണ് നമ്മൾ മിങ്കോവ്സ്കി സ്പേസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഈ സ്പേസിലെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ടി, എക്സ്, വൈ, സെഡ്, 4 കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ ഈ കോർഡിനേറ്റ് ഡിഫറൻസസ് ആണ് സി ഡി ടി, ഡി എക്സ്, ഡി വൈ, ഡി സെഡ്. റൈറ്റ്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് വി ഹാവ് റിട്ടൺ എ ഫോർമുല ഫോർ what is a distance between 2 points. രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മളൊരു ഫോർമുല എഴുതി. In terms of what? In terms of the coordinate differences. Alright, this is what we have done, and this defines a particular geometry. This geometry is called Minkowski geometry. ഈ ഉദാഹരണത്തിന് നമുക്ക് ഈ ടൈം എന്ന് പറയുന്നത് യൂണിറ്റ്സ് സ്പേസ് ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് സി എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയുടെ ഡയമെൻഷനുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ എഴുതുന്നത്, സി ടി. ടി കൊമ എക്സ് എന്നുള്ള അതിന് പകരം സി ടി കൊമ എക്സ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇത് സ്പേസ് ടൈം ആണ്, ഇതൊരു സ്പേസ് ടൈം ആണ്. ഓക്കെ, അതായത് സ്പേസിന്റെ ഒരു ആക്സസ് മാത്രം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് മാത്രം, ബാക്കി 2 ആക്സസ് അവിടെ തന്നെ ഉണ്ട്. ബട്ട് അത് കൊണ്ടുവരുന്നുണ്ട് മാത്തമാറ്റിക്സിൽ വലിയ മാറ്റമൊന്നുമില്ല. ജസ്റ്റ് ഹാവ് ടു ആഡ് ഡെൽറ്റ വൈ സ്ക്വയർ ആൻഡ് ഡെൽറ്റ സെഡ് സ്ക്വയർ. ദാറ്റ്സ് ഓൾ. തൽക്കാലം സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഒരൊറ്റ ആക്സസ്, സ്പേസിന്റെ ഒരു ആക്സസും ടൈമിന്റെ ഒരു ആക്സസും ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 2 പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഇതെന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഇൻവേരിയന്റ് ഇന്റർവൽ ഉപയോഗിച്ച് പറയുന്നത്. ഈ സ്പേസ്, ഇതിനാണ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. ഈ സ്പേസ് ടൈം യൂക്ലിഡിയൻ ആയിരുന്നുവെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് യൂഷ്വൽ പൈത്തഗോറസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഡെൽറ്റ എക്സ് സ്ക്വയർ ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ. പക്ഷേ ഈ സ്പേസ് എന്ന് പറയുന്നത്, സ്പേസ് ടൈം എന്ന് പറയുന്നത് യൂക്ലിഡിയൻ അല്ല, അതിന്റെ ജോമെട്രി യൂക്ലിഡിയൻ അല്ല. It's different, right? Why is it different? What is the difference? The difference is that the distance, okay, or the notion of distance between these 2 points in terms of the coordinate differences is given like this. Okay, delta square is equal to minus c square delta t square plus delta x square. All right. So we have defined a geometry. അതായത് 2 പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നതിലൂടെ, സ്പേസ് ടൈമിലെ 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നതിലൂടെ, ഈക്വേഷൻ എഴുതുന്നതിലൂടെ നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ജോമെട്രി സ്പെസിഫൈ ചെയ്തു. യൂക്ലിഡിയൻ ജോമെട്രി സ്പെസിഫൈ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മളൊരു ജോമെട്രി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ പൈത്തഗോറസ് ഇക്വേഷന് സിമിലർ ആണ്, എക്സെപ്റ്റ് ദാറ്റ് ഈ സ്പേസിന്റെയും ടൈമിന്റെ ഇടയിൽ ഒരു എക്സ്ട്രാ മൈനസ് സൈൻ ഉണ്ട്. അല്ലെങ്കിൽ ഇത് പൈത്തഗോറസ് തിയറം പോലെ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പൈത്തഗോറസ് തിയറത്തിന്റെ ജനറലൈസേഷൻ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ജനറലൈസേഷൻ ഓഫ് പൈത്തഗോറസ് തിയറം. ഓക്കെ, so there's a minus sign between space and time separations. Alright, അതുപോലെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ 2 പോയിന്റ് ഇടയിലുള്ള യൂക്ലിഡിയൻ സ്പേസിലുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണ്, റൊട്ടേഷൻ ഇൻവേരിയന്റ് ആണ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്താൽ ഒബ്ജക്റ്റിന്റെ ലെങ്ത് സെയിം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 പോയിന്റ് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം ഇറ്റ്സ് എ സെയിം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ഇൻവേരിയന്റ് ആണ്. അതുപോലെ ഈ ഇൻവേരിയന്റ് ഇന്റർവെലിനും ഒരു ഇൻവേരിയൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻവേരിയന്റ് ഇന്റർവെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഫോർമുലയ്ക്കും ഇതുപോലെ ഒരു ഇൻവേരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിമെട്രി ഉണ്ട്. It does not change under Lorentz transformations. Alright, അതായത് ഈ ഇക്വേഷൻസിന്റെ സിമെട്രി, ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷന്റെ സിമെട്രി നമ്മൾ നോക്കണം. അതായത് വാട്ട് ആർ ദ കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ലീവ് ദിസ് ഇക്വേഷൻ ഇൻവേരിയന്റ്. റൈറ്റ്, അതായത് ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ഇൻവേരിയന്റ് ആയിട്ട് നിലനിർത്തുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ്, actually you will get back Lorentz transformations, right? But we don't do that here. What I want you to do is to check that this equation is invariant under Lorentz transformation. Okay, അതായത് ഈ ഇക്വേഷൻ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഇൻവേരിയന്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. Right? This I leave as an exercise. അത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. ഡെൽറ്റ എസ് ബാർ സ്ക്വയർ is equal to ഡെൽറ്റ എക്സ് ബാർ സ്ക്വയർ പ്ലസ് മൈനസ് സി സ്ക്വയർ ഡെൽറ്റ ടി ബാർ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ബാർ സ്ക്വയർ എന്നെടുക്കുക. എന്നിട്ട് ഡെൽറ്റ ടി ബാറിനെ ലോറൻസ് ട്രാൻസ്ഫോർമേഷന്റെ ടേംസിൽ, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഡെൽറ്റ ടിയുടെയും ഡെൽറ്റ എക്സിന്റെയും ടേംസിൽ എഴുതേണ്ട എങ്ങനെ നിങ്ങൾക്ക് അറിയാം. ഡെൽറ്റ എക്സ് ബാറിനും ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് എഴുതുക. ആൻഡ് ദെൻ when you do this calculation, in the end you will get back minus c square delta t square plus delta x square. Okay, minus c square delta t bar square plus delta x bar square will be equal to minus c square delta t square plus delta x square. Right, ഇതാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇൻവേരിയന്റ് ആണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so you have to check this.
സോ ദിസ് ഇസ് ജസ്റ്റ് സിമിലർ ടു ദ ഡിസ്റ്റൻസ് ഇൻ യൂക്ലിഡിയൻ സ്പേസ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ യൂക്ലിഡിയൻ സ്പേസിൽ പറഞ്ഞ കാര്യം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഡിസ്റ്റൻസ് പോലെ പറഞ്ഞത് പൈതഗോറസ് തിയറം ആണ്. ഇവിടെ പൈതഗോറസ് തിയറം പോലെ തന്നെ ഒരു ഇക്വേഷൻ ആണ്, ബട്ട് ദർ ഇസ് എൻ എക്സ്ട്രാ മൈനസ് സൈൻ ബിറ്റ്വീൻ സ്പേസ് ആൻഡ് ടൈം കോർഡിനേറ്റ്സ്, സ്പേസ് കോർഡിനേറ്റ്സ് ആൻഡ് ടൈം കോർഡിനേറ്റ്. ഇങ്ങനെ ഒരു എക്സ്ട്രാ മൈനസ് സൈൻ ഉണ്ട്. അതുപോലെ ആ കേസിൽ നമ്മൾ പറഞ്ഞു യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ഇൻവേരിയന്റ് ആണ്. അതുപോലെ ഇവിടുത്തെ ഇത് നമുക്ക് വേണമെങ്കിൽ മിങ്കോസ്കി ഡിസ്റ്റൻസ് പറയാം, അല്ലെങ്കിൽ ഇൻവേരിയന്റ് ഇന്റർവൽ എന്ന് പറയാം. ഇൻവേരിയന്റ് ഇന്റർവൽ ഇസ് ഇൻവേരിയന്റ് അണ്ടർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ്.